അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മീ ഖദ് അത്തത്തി ഇലയ്യ വഹിയ റാഗിബാ. എന്റെ ഉമ്മ എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്റെ ഉമ്മ ഒരിക്കലും ഇസ്ലാം വിശ്വസിച്ചിട്ടില്ല, അമുസ്ലിമാണ്. ഇസ്ലാമിൽ വിശ്വസിക്കാത്ത, മുസ്ലിമാവാത്ത എന്റെ ഉമ്മ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്തെങ്കിലും സഹായം കിട്ടുമെന്ന പ്രതീക്ഷയിൽ വന്നതാണ്. എന്റെ ഉമ്മക്ക് സഹായിക്കാൻ പറ്റുമോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സിലി ഉമ്മക്കി, നിന്റെ ഉമ്മക്ക് നീ ഗുണങ്ങൾ ചെയ്തു കൊടുക്കുക, ഉമ്മയോടുള്ള ബാധ്യത നിർവഹിക്കുക. ഒരു അമുസ്ലിമായ സഹോദരൻ ഇസ്ലാമിൽ വന്നു, തന്റെ അച്ഛനോ തന്റെ അമ്മയോ മുസ്ലിമായിട്ടില്ല. അമുസ്ലിമായ അച്ഛനും അമ്മയ്ക്കും വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത്, ഭക്ഷണം നൽകേണ്ടത്, ശുശ്രൂഷകൾ ചെയ്യേണ്ടത് ഈ മുസ്ലിമായ മകന് ബാധ്യതയാണ് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം. അതേ സമയത്ത് ഉദ്ഹിയ്യത്തിന്റെ മാംസം ഒരു അമുസ്ലിമിന് കൊടുക്കാൻ പാടുള്ളതല്ല, അത് തങ്ങന്മാർക്ക് കൊടുക്കാൻ പാടുള്ളതല്ല. തനിക്ക് സ്വന്തം നിർബന്ധമായതാണെങ്കിൽ സ്വന്തം തനിക്ക് കഴിക്കാൻ പാടുള്ളതല്ല. അതൊക്കെ മതത്തിന്റെ ചില നിയമങ്ങളാണ്. അത് വെച്ചുകൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഉമ്മ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹാ എന്റെ കൈ പിടിച്ച് മുത്തുനബിന്റെ അടുത്ത് കൊണ്ടുപോയി പറഞ്ഞു, അൻസാരികളായ സ്ത്രീകളും പുരുഷന്മാരും പലതും തങ്ങൾക്ക് ഹദിയയായി തരാറുണ്ട്. തങ്ങൾക്ക് ഹദിയ തരാൻ എന്റെ കയ്യിലൊന്നുമില്ല. അത്തർ പോയി കൊണ്ടു കൊടുക്കലുണ്ട്. ആദ്യമായിട്ടുണ്ടാകുന്ന ഫലങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകലുണ്ട്. ഒട്ടകത്തെ കറന്നാൽ പാല് മുത്തുനബിക്ക് കൊണ്ടുപോയി കൊടുക്കലുണ്ട്. തങ്ങൾക്ക് തരാൻ എന്റെ അടുത്തൊന്നുമില്ല. എന്റെ അടുത്ത് തരാനുള്ളത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, എന്റെ പൊന്നുമോൻ അനസാണ് നബിയേ. എന്റെ പൊന്നുമോൻ അനസാണ്. ഈ 8 വയസ്സുള്ള പൊന്നുമോനെ തങ്ങൾക്ക് തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അനസ് റളിയല്ലാഹു അൻഹു തങ്ങളെ ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹാ അതാ റസൂലുള്ളാഹിക്ക് ഏൽപ്പിക്കുന്നു, തങ്ങൾക്ക് ഖിദ്മ ചെയ്യാൻ, തങ്ങൾക്ക് വീട്ടിൽ ആവശ്യമായ ജോലികളൊക്കെ ചെയ്യാൻ എന്റെ പൊന്നുമോനെ തങ്ങൾക്ക് നൽകുന്നു. 8 വയസ്സായ അനസ് റളിയല്ലാഹു അൻഹു തങ്ങളെ റസൂൽ സ്വീകരിക്കുകയാണ്. ഒരാൾ താല്പര്യത്തോടു കൂടി ഒരു കാര്യം നമുക്ക് ചെയ്തു തന്നാൽ അത് സ്വീകരിക്കണം, ഇഷ്ടപ്പെടണം. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ റസൂൽ സ്വീകരിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് 20 ഉപദേശങ്ങൾ കൊടുത്തു. ആ 20 ഉപദേശങ്ങളിൽ നിന്ന് ഒന്നാമത്തെ ഉപദേശം, ആ 20 കൂടി പറയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. മുത്തു റസൂല് പറഞ്ഞു, മോനെ അനസേ, യാ ബുനയ്യ അസ്ബിഗിൽ വുളൂ യജിദി ഫീ ഉംരിക. മോനെ അനസേ, വുളൂ എടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് എല്ലാ അദബുകളും സുന്നത്തുകളും പാലിച്ചുകൊണ്ട് വുളൂ എടുത്തോ. നിന്റെ ആയുസ് വർദ്ധിക്കുന്നതാണ് അനസേ. ആയുസ് വർദ്ധിച്ചു കിട്ടും. ആദ്യം പറഞ്ഞില്ല, എന്റെ വിഷയം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആയുസ് വർദ്ധിച്ചു കിട്ടും. അപ്പൊ ആയുസ് വർദ്ധിക്കാനുള്ള വലിയൊരു സംഭവമാണ് കൃത്യമായിട്ട് ഒതുവെടുക്കുക. കൈകാലുകളൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് ഒതുവെടുത്താൽ ആയുസ് നീണ്ടു കിട്ടും. ഈ അനസ് റളിയല്ലാഹു അൻഹു മുത്തുനബിന്റെ സ്വഹാബികളെ കൂട്ടത്തിൽ അവസാനം വഫാത്തായ സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്കല്ലേ ആയുസ് നീണ്ടു കിട്ടും. നമ്മളൊരാൾ തെങ്ങിൽ നിന്ന് വീണാൽ
വേഗം എടുത്തു കൊണ്ടുപോകും മെഡിക്കൽ കോളേജിലേക്ക്. എന്തിനാ? ഒരു അപകടം പറ്റിയ ആളെ കൊണ്ട് ഓടുന്നത് എന്തിനാ? ആയുസ് നീട്ടി കിട്ടാനാ, പെട്ടെന്ന് മരിക്കാതെക്കാൻ വേണ്ടി. അല്ലെങ്കിൽ അവിടെ കിടന്ന് മരിച്ചോട്ടെ വെച്ചാ പോരെ. അപ്പൊ ആയുസ് നീണ്ടു കിട്ടാൻ എല്ലാവരുടെ ആവശ്യമാണ്. അപ്പൊ ആയുസ് നീണ്ടു കിട്ടാനുള്ള വലിയൊരു കാര്യമാണ് ഒതുവെടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് ഒതുവെടുക്കുക, ഖിബിലക്ക് നേരെ തിരിഞ്ഞു ഒതുവെടുക്കുക, ബിസ്മി ചൊല്ലി ഒതുവെടുക്കുക, പരമാവധി ഇരുന്ന് ഒതുവെടുക്കുക. ഇന്ന് നമ്മളെ പള്ളികളൊക്കെ സൗകര്യങ്ങൾ നേരെ മറിച്ചാണ്. നിങ്ങൾ ഓർത്ത് നോക്കൂ, ഈ ഇരിക്കുന്നവരെ കൂട്ടത്തിൽ മുട്ടിന് വേദനയില്ലാത്ത ആളുകളുണ്ടോ? അധികം ആളെ മുട്ടിന് കംപ്ലൈന്റ് ആണ്. പള്ളികളിലൊക്കെ ചെന്ന ഓഡിറ്റോറിയത്തിൽ ചെന്ന മാതിരിയാ കസേര. ഇവിടെ പള്ളിയിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഞാൻ കയറിയിട്ടില്ലല്ലോ, എന്ന പാടല്ലേ സ്റ്റേജ് വെക്ക. അപ്പൊ അധികം പള്ളിയിലും ഇങ്ങനെ കസേരയാണ്. ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കൂളായിട്ട് ഇങ്ങനെ വരിക, കസേര ഇരിക്കാൻ നിസ്കരിക്കുക. ആർക്കും ഒരു കംപ്ലൈന്റും ഇല്ല. അതൊരു ഉഷാറായ തോന്നില്ല. സഹോദര, അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഇബാദത്തിനെ കുറിച്ച് ഒട്ടുമിക്ക ആളുകളും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, ശരിക്ക് നിൽക്കാൻ കഴിയുന്ന ആളുകൾ വരെ ഇരുന്നാ നിസ്കരിക്കണം, കസേരയിൽ ഇരുന്ന് നിസ്കരിക്കണം. പിന്നെന്താ, ആരും ഒന്നും പറയുന്നില്ല. പിന്നെ ഹലാലായി, ഒക്കെ സഹിയായി, ആരും ഒന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് കേൾക്കണോ, നിർബന്ധമായ നിസ്കാരം, ഫർദ് നിസ്കാരം, ഫർദ് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ ഫർളാണ്. ആ സമയത്ത് ഒരാൾ പിടിച്ചു നിൽക്കാൻ, മറ്റൊരാളെ പിടിച്ചിട്ട് ഒരാൾക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ മറ്റൊരാളെ കൂലിക്ക് വെച്ചുകൊണ്ട്, ഒരാൾക്ക് കൂലി കൊടുത്തുകൊണ്ട് 5 വഖ്ത് നിസ്കാരത്തിന് പിടിച്ചു നിൽക്കാൻ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ, അനുസരിക്കുന്ന മക്കളുണ്ടെങ്കിൽ ആ മനുഷ്യന് പിടിച്ചിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ, ഇരുന്ന് നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം സഹിയല്ല. അത്തഹിയ്യാത്തിലിരിക്കാനാണ് സാധിക്കാത്തത്, ഖിയാമിന് കുഴപ്പമില്ല, റുക്കൂഇന് കുഴപ്പമില്ല എങ്കിൽ അയാൾ റുക്കൂഇലും ഖിയാമിലും ഒന്നും ഇരിക്കാൻ പാടില്ല. ഏത് കാര്യമാണോ ചെയ്യാൻ സാധിക്കാത്തത് ആ കാര്യം ചെയ്യാൻ സാധിക്കുന്നത് പോലെ ചെയ്യണമല്ലാതെ സാധിക്കുന്ന ഒരു കാര്യം മറ്റൊന്ന് സാധിക്കാത്തതിന്റെ പേരിൽ ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല. ഞാൻ പറഞ്ഞതെന്താ, എന്തുകൊണ്ടാണ് ഒട്ടുമിക്ക ആളുകൾക്ക് മുട്ടിന് കംപ്ലൈന്റ് വന്നത് എന്നറിയുമോ? സഹോദരന്മാരെ, നമ്മിൽ പല ആളുകളും തീരെ ഇരിക്കുന്നില്ല. മുട്ട് വളഞ്ഞിരിക്കുന്ന പരിപാടി വളരെ കുറവാണ്. എപ്പോഴാണ് നമ്മൾ പഴയ കാലത്ത്, നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, എന്തെല്ലാം നിലക്ക് നമ്മൾ ഇരിക്കലുണ്ട്. ഇന്ന് മനുഷ്യൻ ഇരിക്കുന്ന പരിപാടിയേ ഇല്ല, ഒക്കെ ഇങ്ങനെ മുട്ടുംകാല് വളച്ചിട്ടാണ്. അതേ സമയത്ത് കഥാ ടോയ്ലറ്റിൽ ചെന്നിരിക്കുന്നത് നമ്മൾ ശരിക്കും യൂറോപ്യൻ ടോയ്ലറ്റിലാണ്, യൂറോപ്യൻ ശൈലിയിലുള്ള, യൂറോപ്യൻ സ്റ്റൈലിലുള്ള ആ ക്ലോസറ്റാണ് ഉപയോഗിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, എത്ര കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാതെ ചെയ്യുന്നത്. ഒരിക്കലും ശുദ്ധിയാവാത്തൊരു വെള്ളമാണ് ക്ലോസറ്റിലുള്ള വെള്ളം. അതിലെ വെള്ളം ശരീരത്തിലേക്ക് തെറിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നിസ്കാരം ബാത്തിലാവും, നമുക്ക് പ്രശ്നമല്ല. സഹോദരാ, അത്തരം ക്ലോസറ്റിലെങ്ങാനും ഇരുന്നു കൊണ്ടാണ് ഒരാൾ മലമൂത്ര വിസർജനം നടത്തുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, അരയുടെ കീപ്പെട്ട് കഴുകാതെ അവൻ വൃത്തിയാവുകയില്ല, നിസ്കാരം സഹിയാവുകയില്ല. അങ്ങനെ ആ സമയത്ത് ഇരിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇരിക്കുന്നില്ല, എല്ലാ സമയത്തും മുട്ടുകാലിങ്ങനെ വളച്ച് കസേരയിൽ ഇരിക്കുന്ന ഇരുത്തമാണ് ഇരിക്കുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പഴയകാലം നമ്മുടെ വീട്ടിലൊക്കെ ഭക്ഷണം പാകം ചെയ്യാൻ അടുപ്പ് നിർമ്മിച്ചിരുന്നത് ഇരുന്നു കൊണ്ടുള്ള അടുപ്പുകളായിരുന്നു. ഇപ്പോൾ അടുപ്പുകളെല്ലാം നിന്നുകൊണ്ടാണ് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അതുപോലെ എല്ലാ പരിപാടികളും ഇന്ന് ശരിക്ക് കസേരയിൽ ഇരിക്കുന്ന സംവിധാനമാണ്. അതുകൊണ്ട് മുട്ടുവേദനയില്ലാത്ത ആളുകളില്ല. പള്ളിയിലൊക്കെ അത് അങ്ങനെയാണ്, എല്ലാ സ്ഥലത്തും ഇങ്ങനെ കുമ്പിട്ടിക്കുള്ള പരിപാടിയാണ്. ശരിക്ക് മുട്ടുകാലൊക്കെ മടക്കി ശരിക്ക് ഇരിക്കുന്ന ഒരു പരിപാടിയേ ഇല്ല. അതുകൊണ്ട് ഒറ്റ മനുഷ്യന് മുട്ടുകാല് സുഖമില്ല. അതുകൊണ്ടാണ് ശരിക്കും ഇസ്ലാം പറഞ്ഞതുപോലെ ഇരിക്കണം.
ഉളുവെടുക്കുന്ന സമയത്ത് ആ രൂപത്തിൽ ഇരിക്കൽ സുന്നത്താണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്തും അങ്ങനെ ഇരിക്കലാണ് സുന്നത്ത്. ഉസ്താദേ അന്നൊക്കെ ഈ കാലത്ത് പറഞ്ഞാൽ നടക്കൂല. നടത്തേണ്ട ആൾക്കാർ നമ്മളാ. യഥാർത്ഥത്തിൽ ആ പഴയ രൂപത്തിൽ മനുഷ്യന്മാർ ഇരിക്കാൻ തുടങ്ങി ഒരുപാട് ആക്കുക അസുഖത്ത് സുഖമാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സുന്നത്തുകൾ. അതുപോലെ ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ടാണ് വുളു എടുക്കുന്നതെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ സഹോദരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 3 പ്രാവശ്യം ചൊല്ലിയിട്ടാണ് വുളു എടുക്കേണ്ടത്. വുളുവിന്റെ എല്ലാ പ്രവൃത്തികളും 3 പ്രാവശ്യം ചെയ്യൽ സുന്നത്തുള്ളതുപോലെ അതിന്റെ ദിക്റുകളും 3 പ്രാവശ്യം ചൊല്ലൽ സുന്നത്താണ്. ബിസ്മി ചൊല്ലിയെടുക്കുന്ന വുളു, ബിസ്മി ചൊല്ലാത്ത വുളു തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയുമോ? ബിസ്മി ചൊല്ലി വുളു എടുത്താൽ തന്റെ ശരീരത്തിലുള്ള എല്ലാ അഴുക്കുകളും എല്ലാ ദോഷങ്ങളും അതുകൊണ്ട് കൊഴിഞ്ഞു പോകുന്നതാണ്. ബിസ്മി ചൊല്ലാതെ വുളു എടുത്താലോ വുളുഇന്റെ വെള്ളം തട്ടിയ ആ അവയവങ്ങളിലുള്ള മാത്രം ദോഷങ്ങളെ കഴുകപ്പെടുന്നുള്ളൂ, അത് മാത്രമേ പൊറുക്കപ്പെടുന്നുള്ളൂ. അതുപോലെ മിസ്വാക്ക് ചെയ്തു കൊടുക്കുന്ന വുളു മിസ്വാക്ക് ചെയ്യാത്ത വുളു വ്യത്യാസമുണ്ട്. ഈ 70 ഇരട്ടി പ്രതിഫലം കൂടുതലാണ് മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള വുളുഇന്. തലയിൽ നിന്ന് അല്പം തടവിയാൽ മതിയാകും, മുഴുവനും തടവലാണ് സുന്നത്ത്. രണ്ടും വ്യത്യാസം എന്താണ്? 40 വുളുഇന്റെ വ്യത്യാസങ്ങളാണ് പറഞ്ഞു വന്നത്. ഇങ്ങനെ പ്രയാസമുള്ള സമയത്തൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ആദാബുകളും സുന്നത്തുകളും പാലിച്ചു വുളു എടുത്താൽ നിന്റെ പാപങ്ങളില്ലാതെ ഏടുകളിൽ നിന്ന് പാപങ്ങളെല്ലാം മായ്ക്കപ്പെട്ട് റബ്ബിന്റെ അടുത്തെത്താൻ നിനക്ക് കഴിയുന്നതാ. ദോഷങ്ങൾ പൊറുപ്പിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു രണ്ടാമത്തെ കാര്യം. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വകസറത്തുൽ ഖുതാ ഇലൽ മസാജിദി. പള്ളികളിലേക്ക് നടത്തം അധികരിപ്പിക്കല. പള്ളികളിലേക്ക് നടക്കുന്നത് കൊണ്ട് നിന്റെ പാപങ്ങളാണ് കൊഴിഞ്ഞു പോകുന്നത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് മസ്ജിദുൻ നബവിയിൽ ഒരു സ്വഹാബി വരാറുണ്ട്. വളരെ പ്രായമുള്ള ഒരു സ്വഹാബിയാണ്. ആ സ്വഹാബിന്റെ വീട് വളരെ അകലെയാണ്. പക്ഷെ ഒരൊറ്റ നിസ്കാരവും പിഴക്കാറുണ്ടായിരുന്നില്ല. എല്ലാ നിസ്കാരത്തിനും കൃത്യമായി മദീനത്ത് പള്ളിയിൽ വന്നിരുന്ന സ്വഹാബി. ആ സ്വഹാബി ഇങ്ങനെ നല്ല പൊള്ളുന്ന മണലിൽ കൂടി നടന്നു വന്ന് പള്ളിയിലെ ജമാഅത്ത് കൃത്യമായി പാലിക്കുന്നത് കണ്ടപ്പോ ചില സ്വഹാബികൾ ഒരുമിച്ച് കൂടിയിട്ട് തീരുമാനിച്ചു, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചെന്ന് പറഞ്ഞു, നമ്മൾ ഈ സ്വഹാബിക്ക് ചെറിയൊരു വാഹനം വാങ്ങിച്ചു കൊടുത്തെങ്കിലോ, ഒരു കഴുതയെ വാങ്ങിച്ചു കൊടുത്തെങ്കിലോ, ഈ ചുട്ടുപൊള്ളുന്ന മണലിൽ കൂടി നടന്നു വരുന്നതിന് ഒരാശ്വാസം നൽകാൻ, ഒരു സ്വാന്തന പ്രവർത്തനം എന്ന നിലക്ക് നമുക്കൊരു കഴുത വാങ്ങിച്ചു കൊടുക്കാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം സന്തോഷിച്ചു. സ്വാന്തന പ്രവർത്തനങ്ങൾ വളരെ നല്ലതാണല്ലോ. ബഹുമാനപ്പെട്ട മുത്തുനബിയും ഈ സ്വഹാബികളും അതിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ സ്വഹാബി കടന്നു വന്നു ചോദിച്ചു, എന്താ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ നിങ്ങൾക്കൊരു വാഹനം, ഒരു കഴുത വാങ്ങിത്തരാൻ ആലോചിക്കുകയാ. നിങ്ങൾക്ക് ഈ പൊള്ളുന്ന മണലിൽ കൂടി നടന്നു വരുന്നത് പ്രയാസമാണെന്ന് കണക്കിലെടുത്ത് ഞങ്ങളൊരു ചെറിയ വാഹനം നിങ്ങൾക്ക് വാങ്ങിത്തരട്ടെ. ഈ സ്വഹാബി പറഞ്ഞു, വേണ്ട, ഈ പള്ളികളിലേക്കുള്ള നടത്തം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓരോ കാലെടുത്ത് വെക്കുമ്പോഴും പാപങ്ങൾ പൊറുക്കല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, പള്ളികളിലേക്ക് നിസ്കാരത്തിന് വേണ്ടി നടക്കുമ്പോ ഒരു കാലുയർത്തുമ്പോൾ അവന്റെ പാപന്റെ ദറജ ഉയരുകയാണ്. അടുത്ത കാല് താഴ്ത്തുന്ന സമയത്ത് പാപങ്ങൾ ഇറക്കപ്പെടുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ.
ആസാറുകൾ എന്ന് പറഞ്ഞാൽ ആസാറുൽ അഖ്ദാം, പള്ളികളിലേക്ക് നടക്കുന്ന കാൽപ്പാടുകൾ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഈ രേഖപ്പെടുത്തുന്ന കാൽപ്പാടുകൾ എനിക്ക് എഴുതപ്പെടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നതെന്ന് പറഞ്ഞപ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ജമഅ അല്ലാഹു ദാലിക കുല്ലഹു, നിങ്ങളെ എല്ലാ ചവിട്ടടികളും റബ്ബ് നിങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടി തന്നിരിക്കുന്നു. അതിന്റെ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ഏടുകളിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ഞാൻ പറഞ്ഞു വന്നത് പള്ളികളിലേക്ക് നടക്കുന്നത് കൊണ്ട് ഓരോ കാലെടുത്ത് വെക്കുമ്പോഴും നിന്റെ പാപങ്ങളാണ് മായ്ക്കപ്പെടുന്നത്. നമ്മൾ സാധാരണ പറയും പള്ളിയിൽ നിസ്കരിക്കാൻ വാഹനത്തിൽ പോകുന്നവരാണെങ്കിൽ പള്ളിയുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തും. 2 അടി നടക്കേണ്ട പള്ളിയാണെങ്കിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയാൽ മിഹ്റാബിലേക്ക് കയറാൻ സൗകര്യമുള്ള പള്ളിയാണ് നമ്മളൊക്കെ തെരഞ്ഞെടുക്കുന്നത്. വേണ്ട, പള്ളികളിലേക്കുള്ള നടത്തം അത് നമ്മുടെ പാപങ്ങളെ പൊറുപ്പിക്കുന്ന കാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ചുരുക്കി പറയുന്നു, ബഹുമാനപ്പെട്ട റസൂൽ മൂന്നാമതായി പറഞ്ഞ കാര്യം എന്താണ്? ഇന്തിലാറുസ്വലാത്തി ബഅദസ്വലാഹ്, ഒരു നിസ്കാരത്തിനു ശേഷം അടുത്ത നിസ്കാരം വരെ കാത്തിരിക്കുക. ആ നിസ്കാരം കഴിഞ്ഞപാട് എഴുന്നേറ്റ് പോകാതെ അടുത്ത നിസ്കാരം വരെ ആ പള്ളിയിൽ തന്നെ കാത്തിരുന്നാൽ നിന്റെ പാപങ്ങൾ പൊറുപ്പിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഇന്ന് സജീവമായിട്ട് ആളുകളൊക്കെ പള്ളിയിൽ വരികയാണെങ്കിൽ തന്നെ നിസ്കാരം കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ്, എത്ര ധൃതിയിലാണ് ആളുകൾ ഇറങ്ങിപ്പോകുന്നത്. കാര്യമായിട്ട് ശൂലൊന്നുമില്ല, ജോലിയൊന്നുമില്ല, ആവശ്യങ്ങളൊന്നുമില്ല, എങ്കിലും പള്ളിയിൽ ഇരിക്കാൻ കഴിയില്ല. ജമാഅത്ത് വിളിച്ച് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ജമാഅത്ത് തുടങ്ങുന്നതെങ്കിൽ ആ ജമാഅത്ത് തുടങ്ങാൻ സമയത്തെ ആളുകൾ വരുന്നുള്ളൂ. നിസ്കാരത്തിന് വേണ്ടി 10 മിനിറ്റ് പോലും കാത്തിരിക്കുന്ന സ്വഭാവം നമുക്കില്ല. അതേ സമയത്തൊരു നിസ്കാരത്തെ കാത്തു കുറഞ്ഞ സമയം ഇരുന്നാൽ നിന്റെ പാപങ്ങൾ പൊറുപ്പിക്കുന്നതാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സമീപിക്കുന്ന സമയത്ത് ഒരു പാപവുമില്ല, ദോഷവുമില്ലാതെ റബ്ബിനെ കാണാനാണോ നിന്റെ താല്പര്യം? ആ നിലക്കാണോ നിന്റെ റബ്ബിന്റെ അടുത്തേക്ക് നീ എത്തേണ്ടത്? ഇത്തരം കാര്യങ്ങളൊക്കെയാ സഹോദരാ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ മനുഷ്യന്റെ പാപങ്ങൾ പൊറുപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഓർത്തു പോകുന്നു, നിസ്കാരം കഴിഞ്ഞ പാട് ആളുകൾക്ക് എന്തൊരു തിരക്കാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഒരു മനുഷ്യന്റെ അടുത്ത് നിൽക്കുന്നത് 10 സമയങ്ങളിലാണ്. 10 സമയം ഒരു മനുഷ്യന്റെ അടുത്ത്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ സമീപത്ത് റഹ്മത്തിന്റെ മലക്കുകൾ വന്നിട്ട് ദുആ ചെയ്യുന്നതാ. 10 സമയങ്ങളിലാ ദുനിയാവിൽ റഹ്മത്തിന്റെ മലക്ക് സജീവമായിട്ട് നമ്മുടെ അടുത്ത് വരുന്നത്. നിങ്ങൾ ഓർത്തു നോക്കൂ, ബഹുമാനപ്പെട്ട സയ്യിദന്മാര്, ആലിമീങ്ങൾ, സാദാത്തുക്കള്, അവരോട് നമ്മൾ ദുആ ചെയ്യിപ്പിക്കുന്നത് എന്തിനാ? അവരൊക്കെ ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് ഉറപ്പുള്ളവർ കൊണ്ടാണ്. അവരെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് ചെയ്യുമെന്ന് പ്രതീക്ഷയുള്ളത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന കാര്യം എന്തുമാത്രം നമുക്ക് ഉറപ്പാണ്. പഠിപ്പിച്ചത് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ മുസ്ലിം സഹോദരന്മാരെ, നമുക്ക് ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് കരുതി ദിക്റിന്റെയും ദുആഇന്റെയും സദസ്സിലൊക്കെ സജീവമായി നമ്മൾ വരുന്നു. അതേ ആലിമീങ്ങൾക്കും സാദാത്തുക്കളും ബഹുമാനങ്ങൾ കൽപ്പിക്കുന്നു. അവർ ആവശ്യപ്പെടുന്ന മുഴുവനും നമ്മൾ കൊടുക്കുന്നു. എല്ലാ അർത്ഥത്തിലും അവരോട് വല്ലാതെ താല്പര്യം പ്രകടിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. എന്നാൽ
അതിനേക്കാളൊക്കെ താല്പര്യം പ്രകടിപ്പിക്കേണ്ട വിഷയമല്ലേ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മുടെ അടുത്ത് വന്ന് ദുആ ചെയ്യുന്ന സന്ദർഭങ്ങള് ഇജാബത്ത് കിട്ടുന്ന ഉറപ്പുള്ള സമയമല്ലേ? അതിനൊന്നാമത്തെ 10 സ്ഥലങ്ങൾ, ഒന്നാമത്തെ സ്ഥലം ഏതാണെന്നറിയോ? ഇന്നൽ മലായികത ലതുസല്ലി അലാ അഹദികും മാദാമ ഫീഹി മുസല്ലാഹു അല്ലദീ സ്വല്ലാ ഫീഹി. നിങ്ങളിൽ ഒരാൾ നിസ്കരിച്ച ആ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നിടത്തോളം സമയം റഹ്മത്തിന്റെ മലക്ക് സമീപത്ത് വന്നിട്ട് ദുആ ചെയ്യുന്നതാ. അല്ലാഹുമ്മഗ്ഫിർ ലഹു അല്ലാഹുമ്മ അർഹംഹു. ഇവനൊരു പാവപ്പെട്ട മനുഷ്യനാണ്, ഇവന് പുറത്തു കൊടുക്കല്ലാ, ഇവനെ റഹ്മത്ത് ചെയ്യല്ലാ എന്ന് റഹ്മത്തിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്നതാ. അതേ സമയത്ത് നിസ്കരിച്ചപാട് എഴുന്നേറ്റ് പോവുകയാണ്. ഏറ്റവും തൊട്ടടുത്തൊരു തൂണിന്റെ അരികിലേക്കോ അല്ലെങ്കിൽ ചുമരിന്റെ അരികിലേക്കോ ഒന്ന് ചാരി ഇരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി നീങ്ങിയിരിക്കുന്നു. ആരോഗ്യപരമായിട്ട് പ്രയാസമുള്ളവരല്ല, രോഗമുള്ളവരല്ല, സാധാരണ നിൽക്കാനും ഇരിക്കാനും ഒക്കെ ഏതേറ്റം സാധിക്കുന്നവർ തന്നെ ഇതുപോലെ അലംഭാവത്തോടു കൂടി മാറിയിരിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് റഹ്മത്തിന്റെ മലായികത്തിന്റെ പ്രാർത്ഥനകളാ. റഹ്മത്തിന്റെ മലക്ക് നമ്മുടെ സമീപത്ത് വന്നിരുന്നു കൊണ്ട് ദുആ ചെയ്യുകയാണ്. ഇരിക്കട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിസ്കരിച്ച ആ സമയത്തരത്ത് തന്നെ കുറച്ചൊന്നിരിക്കണം. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ, സുബ്ഹിക്ക് ബാങ്ക് വിളിച്ചാൽ സൂര്യോദയം വരെ 1 മണിക്കൂറും 20 മിനിറ്റുമാണ് മാക്സിമം ഉണ്ടാകുന്നത്. ഈ സമയം ഏറ്റവും ബറക്കത്തുള്ള സമയമാണ്. തീരെ ഉറങ്ങാൻ പറ്റാത്ത സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ച 2-3 ഉറക്കുകളുണ്ട്. വല്ലാതെ ഗുണം കെട്ട 2-3 ഉറക്കുകളുണ്ട്. ഒരു ഉറക്ക് സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം സൂര്യോദിക്കുന്നതിന്റെ മുൻപുള്ള ഉറക്കമാ. നമ്മുടെ ഗൾഫിലൊക്കെ ഉള്ള പ്രവർത്തകന്മാരും മറ്റും പലരും സുബ്ഹി നിസ്കാരം നേരത്തെ കഴിച്ചിട്ട് ഉദയത്തിന്റെ മുമ്പ് ഉറങ്ങുന്നൊരു സ്വഭാവമുണ്ട്. മോനെ, വളരെ മോശപ്പെട്ട ഉറക്കമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല 4 കാര്യങ്ങൾ അവന്റെ തൃപ്തിയോടുകൂടി പൊരുത്തത്തിലായി നൽകുന്നത് ഈ സമയത്താണ്. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ് ആയുസ് നൽകുന്നത്, അതുപോലെ സമ്പത്തിൽ ബറക്കത്ത് നൽകുന്നത്, അതേ ഇൽമു നൽകുന്നത്, ഇതെല്ലാം ഈ സമയത്താണ്. ഈ സുബ്ഹി വാങ്ക് വിളിച്ചത് മുതൽ സൂര്യോദയത്തിന്റെ ഇടയ്ക്കുള്ള സമയമാണ്. ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല. ഒരു കുട്ടികളെ പോലും ആ സമയത്ത് ഉറക്കരുത്. ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട മകളാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഒരിക്കൽ പോലും റസൂലുള്ളാഹി വിഷമിപ്പിക്കാത്ത, അല്ലാഹുവിന്റെ റസൂൽ അത്രയും സ്നേഹിച്ച മഹദിയാണ് ഫാത്തിമ ബീവി. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഒരു സുബ്ഹി നിസ്കാരത്തിന് ശേഷം ഒന്ന് മയങ്ങിയപ്പോ ഹബീബ് എന്ന് വിളിച്ചുണർത്തിയിട്ട് ഫാത്തിമ ഫശ്ഹദി റിസ്ഖ റബ്ബികി, നിന്റെ റബ്ബിന്റെ റിസ്കിന്റെ വിതരണത്തിന് ഹാജരാവുക. അല്ലാഹു പൊരുത്തത്തോടുകൂടി ബറക്കത്ത് നൽകുന്നത്, സമ്പത്തിൽ ബറക്കത്ത് നൽകുന്നത്, ഇൽമു നൽകുന്നത്, ആയുസ് നൽകുന്നത്, റിസ്ക് നൽകുന്നത്, അതെല്ലാം ഈ സമയത്താ സഹോദരാ. അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരിമാരോട് ഉറപ്പെടുത്തുന്നു, സൂര്യൻ ഉദിക്കുന്നതിന്റെ മുൻപ് ഉറങ്ങാൻ പാടുള്ളതല്ല. റമദാനിലൊക്കെ ഒട്ടുമിക്ക വീടുകളിലും നേരത്തെ തന്നെ അത്താഴം കഴിച്ച ഉടനെ സുബ്ഹി നിസ്കരിച്ചിട്ട് നിസ്കരിച്ച പാട് ഉറങ്ങുന്ന ഒരു സമ്പ്രദായമുണ്ട്. റമദാനിൽ കിട്ടുന്ന സർവ്വ ബറക്കത്തും അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നതാ. ആ
സമയത്ത് ഉറങ്ങുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഇൽമില് ബറക്കത്തുണ്ടാവില്ല, ഇൽമു നാഫിയാവുകയില്ല, പഠിച്ചതിൽ പുരോഗതി ഉണ്ടാവുകയില്ല. ആ സമയത്ത് ഉറക്കം വളരെ ശ്രദ്ധിക്കണം. അതേ സമയത്ത് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടയ്ക്ക് ഉറപ്പെടുത്തുകയാണ്, സുബഹി നിസ്കരിച്ചിട്ട് ആ നിസ്കാര ശേഷമുള്ള ദിക്റുകളും ഔറാദുകളും ഒക്കെ ചൊല്ലി ആ സ്ഥലത്ത് തന്നെ അങ്ങിരുന്നു. സുബഹിയുടെ സൂര്യൻ ഉദിക്കുന്നത് വരെ ആ സ്പോട്ടിൽ തന്നെ ഇരുന്നാൽ, ഇരുന്നു കൊണ്ടറിയാവുന്ന ദിക്റുകൾ ചൊല്ലിയാൽ ബഹുമാനപ്പെട്ട മുത്തുനബിക്ക് മിസ്ക ഹജ്ജത്തിൻ വഉംറത്തൈൻ തഅമ്മത്തൈനി തഅമ്മത്തൈനി തഅമ്മത്തൈനി, പരിപൂർണമായ ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമാണ്. സുബഹി നിസ്കരിച്ചിട്ട് ആ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നു, ഏതുവരെ? സൂര്യൻ ഉദിക്കുന്നത് വരെ ഇരുന്നാൽ, ഇരുന്നു കൊണ്ടറിയാവുന്ന ദിക്റുകൾ ചൊല്ലിയാൽ അവന് കിട്ടുന്ന പ്രതിഫലം ഒരു പരിപൂർണ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമാണ്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തുഫയിൽ ചർച്ച ചെയ്യുന്നത് കാണാം. ഒരാൾ മസ്ജിദുൽ ഹറാമിൽ വെച്ചാണ് സുബഹി നിസ്കരിച്ചത്, മക്കത്തെ പള്ളിയിൽ വെച്ചാണ് സുബഹി നിസ്കരിച്ചത്. മസ്ജിദുൽ ഹറാമിൽ വെച്ച് സുബഹി നിസ്കരിച്ചാൽ, സുബഹി നിസ്കരിച്ച പാട് തവാഫ് ചെയ്യലാണല്ലോ പുണ്യം. കാരണം മസ്ജിദുൽ ഹറാമിൽ ഒരാൾ തവാഫിനാണ് സ്ഥാനം കൽപ്പിക്കുന്നത്. തഹിയ്യത്ത് നിസ്കാരത്തെക്കാൾ മുന്തിക്കേണ്ടത് തവാഫിനാണ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഈ ദിക്റ് ചൊല്ലുന്നതിന് പകരം തവാഫ് ചെയ്യുകയാണോ വേണ്ടത്? അതല്ല, അവിടെ തന്നെ ഇരുന്ന് സൂര്യോദയം വരെ ദിക്റ് ചൊല്ലുകയാണോ വേണ്ടത്? ഈ ചർച്ചയിൽ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, വേണ്ട, മസ്ജിദുൽ ഹറാമിൽ സുബ്ഹി നിസ്കരിച്ചവനും ആ നിസ്കരിച്ച സ്ഥലത്തിരുന്നു കൊണ്ട് ദിക്റ് ചൊല്ലുകയാണ് വേണ്ടത്. കാരണം സുബ്ഹാനല്ലാഹ്, ഒരു തവാഫ് ചെയ്താൽ തവാഫിന്റെ പുണ്യമല്ലേ കിട്ടുന്നുള്ളൂ. അതേ സമയത്ത് സുബ്ഹി നിസ്കരിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ ഇരുന്നു കൊണ്ട് ദിക്റ് ചൊല്ലിയാൽ ഒരു പരിപൂർണ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലമാ. ഹജ്ജിൽ എത്ര തവാഫുകളുണ്ട്? ഹജ്ജിൽ സഅയ്യുണ്ട്, ഹജ്ജിൽ ഇഫാദത്തിന്റെ തവാഫുണ്ട്, ഖുദൂമിന്റെ തവാഫുണ്ട്, ഹജ്ജിൽ പല ഇബാദത്തുകളുമുണ്ട്. അതുകൊണ്ട് കൂടുതൽ പുണ്യം ലഭിക്കുന്നത് ഉടനെ തവാഫ് ചെയ്യുന്നതിന് പകരം അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ദിക്റ് ചൊല്ലലോ. ഈ ദുനിയാവ് മൊത്തം നിറക്കാൻ മാത്രം പാപഭാരങ്ങളാ നീ ചെയ്തു കൂട്ടിയതെങ്കിൽ ആ ഇരുത്തത്തിൽ നിനക്ക് പുറത്തു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ്. എത്രയെത്ര പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളാണ്, പാപങ്ങൾ പൊറുപ്പിക്കാൻ പറ്റുന്ന അവസരങ്ങളാണ്. പക്ഷേ നാം അവഗണിക്കുകയാ. ഞാൻ ചോദിക്കട്ടെ സഹോദര, 6:16 സൂര്യൻ ഉദിക്കുന്നത്, 5:30 സുബഹി നിസ്കാരമുള്ളത്. ഈ നിസ്കാരം കഴിഞ്ഞിട്ട് എത്ര മിനിറ്റാണ് അവിടെ ഇരിക്കേണ്ടത്? വളരെ കുറഞ്ഞ സമയമല്ലേ? ഇത്ര വലിയ പ്രതിഫലം കിട്ടുന്ന സമയമല്ലേ? സുബ്ഹാനല്ലാഹ്. അതുപോലെ ഒട്ടുമിക്ക ആളുകൾക്കും പരാതികളാണ്, പ്രശ്നങ്ങളാണ്. ഉസ്താദേ, എന്ത് ജോലി ചെയ്തിട്ടും ബറക്കത്തില്ല, ജോലിയിൽ ഏത് ബിസിനസ് ചെയ്തിട്ടും അതുകൊണ്ടൊന്നും മെച്ചം കിട്ടുന്നില്ല, വളരെ പ്രയാസമാണ്, ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടുകളാണ്, ദുരിതങ്ങളാണ്. ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും തീരാൻ ഒരുപാട് പ്രതിവിധികൾ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. ആ പ്രതിവിധികളൊന്നും ചെയ്യാനോ ചൊല്ലാനോ നമുക്ക് കഴിയില്ല. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, ദുനിയാവിന്റെ പിറകെ ഇങ്ങനെ പായുകയാണ്. രാവിലെ എഴുന്നേറ്റ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റ് ദാരിദ്ര്യ നിർമാർജനത്തിന് ഏറ്റവും വലിയ ദിക്റാ. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. അതുകൊണ്ട് നിസ്കരിച്ച പാടി എഴുന്നേറ്റ് പോകുന്നതിന് പകരം നിസ്കരിച്ച പാട് പ്രത്യേകിച്ചൊന്നിരുന്നുകൂടെ? സഹോദരിമാരെ, എന്റെ പ്രഭാഷണം കേട്ട് തിരിച്ചു പോകുമ്പോ നിങ്ങളെ മാർക്കും അഭിപ്രായങ്ങളൊന്നും എനിക്ക് വേണ്ട. അതേ സമയത്ത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, ഈ നിസ്കാര കുപ്പായത്തോടുകൂടി തങ്ങളെ കുറഞ്ഞ സമയം അങ്ങിരുന്നോ. ഈ ദുനിയാവ് നിറക്കാൻ
പോകാൻ മാത്രം പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടാകും, എന്തെല്ലാം ഹറാമുകൾ ചെയ്തിട്ടുണ്ടാകും, എത്ര ഹറാമുകൾ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ഈ കുറ്റങ്ങളൊക്കെ പൊറുപ്പിച്ച് കളയാ വലിയ വലിയ കാര്യങ്ങളാണ് നബി പഠിപ്പിച്ചത്. ഞാൻ എന്റെ സഹോദരിമാരോട് ചോദിക്കട്ടെ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ ചെയ്യുന്ന ഒരു തന്റെ മഹല്ല് വിട്ടിട്ട് വേറൊരു മഹല്ലിലേക്ക് യാത്ര പോവുകയാണെങ്കിൽ, അത് കസീറായ യാത്രയാവട്ടെ തൊവീലായ യാത്രയാവട്ടെ, തന്റെ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്, ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അതേ ഒരു മഹല്ല് വിട്ട് യാത്ര പോകുന്ന പെണ്ണാണെങ്കിൽ താമരശ്ശേരിയിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഇവിടുന്ന് മാനിപുരത്തേക്ക് യാത്ര പോവുകയാണ്, എന്തോ ആവശ്യത്തിന് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഓ പെങ്ങളെ, ഒരു പെണ്ണും സ്വന്തമായിട്ട് യാത്ര പോകരുത്. ലാ തുസാഫിറു ഇംറാത്തുൻ ഇല്ലാ മഅദി മഹ്റമിൻ, ഒരു മഹറമായ പുരുഷന്റെ കൂടെയല്ലാതെ പെണ്ണ് യാത്ര പോകരുത്. സ്ത്രീകൾ യാത്ര പോകുമ്പോൾ അത് ദീർഘദൂരെയുള്ള യാത്രയാവണമെന്നില്ല, അത് തൊട്ടടുത്തേക്കുള്ള മസാഫത്തുൽ അദ്വയിലേക്കുള്ള യാത്രയാണെങ്കിൽ പോലും ആ പെണ്ണ് യാത്ര പോകണമെങ്കിൽ തന്റെ കൂടെ തൊട്ടാൽ മുറിയാത്തൊരു പുരുഷൻ തന്റെ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ തന്റെ ഭർത്താവ് കൂടെ ഉണ്ടാവണം. അല്ലാതെ പോയാൽ അത് ഹറാമായ യാത്രയാണ്. ശ്രദ്ധിക്കുന്ന പെണ്ണുങ്ങളുണ്ടോ? ശ്രദ്ധിക്കുന്ന മുസ്ലിമാത്തുകളുണ്ടോ? മുഅ്മിനാത്തുകളുണ്ടോ? നിങ്ങൾക്ക് കേൾക്കണോ? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങള് ശാഫിഈ മദ്ഹബിലെ ആധികാരിക ശബ്ദമല്ലേ ഇബ്നു ഹജർ തങ്ങളുടെ ശബ്ദം. ശാഫിഈ മദ്ഹബിന് മുഫ്താബി ഫത്വ കൊടുക്കപ്പെടുന്നത് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഫത്വ, ഇവിടുത്തെ തുഫ്ഫത്തുൽ മുഹ്താജ് അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത് അറിയുമോ? മക്കക്കാരിയായിരിക്കുന്ന ഒരു പെണ്ണ്, മക്കത്തുള്ള ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ സ്വദേശം മക്കയാണ്, തന്റെ വീടും കുടുംബവും മക്കയിലാണ്. ആ മക്കൈക്കാരിയായിരിക്കുന്ന ഒരു പെണ്ണ് സുന്നത്തായ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാൻ ഹറമിന്റെ പുറത്തു പോകണം. അതാണല്ലോ ആയിഷ പള്ളി എന്ന് പറയും, തൻഈം. ഹറമിന്റെ പുറത്ത് എവിടെ പോയാലും കുഴപ്പമില്ല, ഏറ്റവും പുണ്യപ്പെട്ട സ്ഥലമാണ് തൻഈം. ഏറ്റവും പുണ്യം ജയറാനത്താണ്, രണ്ടാം സ്ഥാനം തൻഈമാണ്. അതാണ് ആയിഷ പള്ളി. ഹറമിൽ നിന്ന് 65 മീറ്ററാണ് തൻഈമിലേക്ക് ദൂരമുള്ളത്. സുബ്ഹാനല്ലാഹ്, മക്കക്കാരിയായ ഒരു പെണ്ണ് അങ്ങ് അകലെ കിടക്കുന്ന തൻഈമിലേക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി പോണം. അങ്ങനെ പോകാൻ തന്റെ കൂടെ ഒരു പുരുഷനില്ലെങ്കിൽ, ഒരു മഹറമായ പുരുഷനില്ലെങ്കിൽ, തന്റെ ഭർത്താവ് കൂടെ ഇല്ലെങ്കിൽ ആ പെണ്ണ് ഉംറയ്ക്ക് പോകണ്ട, ഉംറ ചെയ്യണ്ട എന്നാ കിതാബുകളിൽ ഇമാമിയങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ ഓർത്തു പോവുകയാ, ഇന്ന് എത്ര പെണ്ണുങ്ങളാണ് ഹജ്ജിനെന്ന പേരും പറഞ്ഞ് ഉംറക്കെന്ന പേരും പറഞ്ഞ് കണ്ടമാനം പെണ്ണുങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ഭർത്താവ് അവിടെ ഉണ്ട് പോലും, മക്കൾ അവിടെ ഉണ്ട് പോലും, അന്യാളുകളെ കൂടെ ഇങ്ങനെ പോവുകയാണ്. സഹോദരി, ഇതൊരു ഇബാദത്താണെന്ന നിലക്ക് പോകേണ്ടതില്ല. നിർബന്ധമായ ഹജ്ജിനല്ലാതെ, നിർബന്ധമായ ഉംറക്കല്ലാതെ മറ്റ് പെണ്ണുങ്ങളോടൊന്നിച്ച് സംഘം കൂടിയിട്ട് പോകാൻ പാടില്ല. സുന്നത്തായ ഏത് കാര്യത്തിന് പോകുമ്പോഴും ഒരു പെണ്ണ് പോകുമ്പോ ആ പെണ്ണിന്റെ കൂടെ മഹറമായ പുരുഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ തന്റെ ഭർത്താവ് ഉണ്ടാവണം. സുബ്ഹാനല്ലാഹ്, ആ നിയമങ്ങളൊക്കെ തെറ്റിച്ചിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ യാത്ര പോവുകയാ. ഇതൊക്കെ കടുത്ത ഹറാമല്ലേ? ഈ ഹറാമുകളൊക്കെ പുറത്ത് കിട്ടണ്ടേ? റബ്ബ് നമുക്ക് പുറത്തു തരണ്ടേ? പാപങ്ങളില്ലാതെ അവിടുത്തെ റബ്ബിനെ സമീപിക്കണ്ടേ? അന്യ പുരുഷന്മാരോടൊന്നിച്ച് പെണ്ണിന് യാത്ര ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ലാത്തൊരു കാലം. അതേ, മുഖം മറക്കാതെ, മാറ് മറക്കാതെ, കൈ മറക്കാതെ, കാല് മറക്കാതെ ഏത് പുരുഷന്റെ കൂടെ യാത്ര പോകാൻ, ഓട്ടോറിക്ഷയിലും ടാക്സിയിലൊക്കെ സ്വന്തമായിട്ട് യാത്ര പോകാൻ മടിയില്ലാത്ത പെങ്ങളെ, ആലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നതാ, ആലിമീങ്ങളെ സ്നേഹിച്ചിരുന്നതാ, പള്ളി
പള്ളിക്ക് സംഭാവന കൊടുത്തിരുന്നതാ, പ്രഭാഷണങ്ങളൊക്കെ കേട്ടിരുന്നതാ, സർവ ക്ലാസുകളിലും പങ്കെടുത്തിരുന്നതാ. ഇത്തരം കാര്യങ്ങളൊന്നും ആലിമീങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല. പറയരുതേ പെങ്ങളെ, ഞാനിതാ തീർത്തു പറയുന്നു, ഒരു പെണ്ണിന് പുരുഷന്റെ കൂടെ യാത്ര ചെയ്യാൻ ഈ മതത്തിൽ വകുപ്പില്ല. ഞാൻ ഓർക്കുന്നു, ബറക്കത്തിനൊരു ചെറിയ സംഭവം പറയുന്നറിയുമോ? മഹദിയായ ബീവി അസ്മാ റളിയല്ലാഹു അൻഹാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകളാ. കാലച്ചെറുപ്പത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിന്റെ ഉറ്റ ചങ്ങാതിയല്ലേ, ആദ്യമായിട്ട് ഈ ഉമ്മത്തിലെ മുഅ്മിനല്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാകുന്ന അസ്മാ ബീവി, ആ അസ്മാ ബീവിയെ കല്യാണം കഴിച്ചത് ആരാന്നറിയോ? ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, മുത്തുനബിയുടെ അമ്മായിയുടെ മകനാണ് സുബൈർ റളിയല്ലാഹു തആല അൻഹു. തങ്ങൾ മക്കയിൽ നിന്ന് സഹാബത്ത് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ മുഹാജിറുകളായ സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യം പ്രസവിച്ച മഹദി ബഹുമാനപ്പെട്ട അസ്മാ ബീവിയാ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബർ 2-3 ദിവസം അതാ ഹിറാ സൗറിൽ കഴിച്ചു കൂട്ടിയപ്പോ റസൂലുള്ളാഹിക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിരുന്നത് അസ്മാ ബീവിയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ച് അതേ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളിൽ ഒരു സ്വഹാബിയാണ് സുബൈർ ഇബ്നുൽ അവ്വാം. ഈ സുബൈറിന്റെ ഭാര്യയാ, ആയിഷ ബീവിന്റെ ജേഷ്ഠത്തിയാ, എല്ലാ നിലക്കും മുത്തുനബിയുമായിട്ട് അടുത്ത ബന്ധമാ. ഈ അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ തന്റെ ഭർത്താവ് സുബൈർ റളിയല്ലാഹു അൻഹു മദീനയിൽ വന്ന് ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ച് ദീനീ പ്രവർത്തന രംഗത്ത് സജീവമായപ്പോ വീട്ടിലെ കാര്യങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാൻ കഴിയാറില്ല. സജീവ പ്രവർത്തകന്മാരൊക്കെ അങ്ങനെയാണല്ലോ. ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്കൊന്ന് 2 കുതിരകളുണ്ട്. ഈ കുതിരകൾക്ക് ആവശ്യമായിരിക്കുന്ന തീറ്റയും പുല്ലും ശേഖരിച്ചിരുന്നത് അസ്മാ ബീവിയാ. അകലെയുള്ള കാരക്കത്തോട്ടങ്ങളിൽ ചെന്ന്, ആ കാരക്കത്തോട്ടങ്ങളിൽ ചെന്നിട്ട് അവിടെ ഉപേക്ഷിക്കപ്പെടുന്ന ഈ കാരക്കന്റെ ചണ്ടി, ആ ചണ്ടിയെല്ലാം കെട്ടിക്കൊണ്ടുവന്ന് അത് ബഹുമാനപ്പെട്ട അസ്മാ വെയിലത്തിട്ട് ഉണക്കി അത് പൊടിച്ച് ഒട്ടകത്തിന് തീറ്റ കൊടുക്കൽ പതിവാണ്, കുതിരകൾക്ക് തീറ്റി കൊടുക്കൽ പതിവാണ്. ബഹുമാനപ്പെട്ട അസ്മാ ബീവി അതാ ഭർത്താക്കന്മാരുടെ സർവകാര്യങ്ങളിൽ ഭാര്യമാര് പങ്കുചേരാറുണ്ട്, ഭർത്താക്കന്മാരെ സഹായിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ തൊട്ടടുത്ത ജൂതന്റെ വീട്ടിൽ ആ വീട്ടുകാർക്ക് ആവശ്യമായ ഗോതമ്പ് ആട്ടുകല്ലിൽ പൊടിച്ചു കൊടുത്ത് അവിടുത്തെ കൈമഴം പൊട്ടിയിട്ട് ആ കിട്ടുന്ന കൂലി കൊണ്ട് കൂലി വാങ്ങിച്ചു കൊണ്ടുവന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അലി റളിയല്ലാഹു അൻഹു അവർക്ക് റൊട്ടി ഉണ്ടാക്കി കൊടുത്തിരുന്നു. മറ്റൊരാൾക്ക് ജോലി ചെയ്യുന്നത് ഒരു മോശപ്പെട്ട പണിയല്ല. ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ആരും ജോലി ചെയ്യൂല, ജോലിക്ക് പോവൽ വല്ലാത്ത പ്രയാസമാണ്. തൊട്ടടുത്ത വീട്ടിൽ ഒരാൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യാൻ കഴിയാതെ കഷ്ടപ്പെടുകയാണെങ്കിൽ പോലും ആരും സഹായിക്കൂല, പണിയെടുക്കൂല, പണിയെടുത്ത് സഹായിക്കൂല. ഓ സഹോദരിമാരെ, ഈ ലോകത്തിന്റെ നേതാവ് മുത്ത് മുഹമ്മദുർ റസൂൽ പ്പെട്ട മകളാകുന്ന ബീബി ഫാത്തിമ, സ്വർഗീയ പെണ്ണുങ്ങളെ തമ്പുരാട്ടിയായ ബീബി ഫാത്തിമ, ഫാത്തിമ ബീവിയേക്കാൾ സൗന്ദര്യമുള്ളവളാരാ? ഫാത്തിമ ബീവിയേക്കാൾ തറവാട് മഹിമയുള്ളവളാരാ? ഫാത്തിമ ബീവിയേക്കാൾ കുലമഹിമയുള്ളവളാരാ? ഫാത്തിമ ബീവിയേക്കാൾ പ്രത്യേകതയുള്ള പെണ്ണുങ്ങളാരോ? ഈ ഫാത്തിമ ബീവി തൊട്ടടുത്ത ജൂതന്റെ വീട്ടിൽ ആവശ്യമായ ജോലി ചെയ്തു കൊടുത്തിരുന്നു.
അതിന്റെ കൂലി വാങ്ങിച്ചു കൊണ്ടുവന്ന് കുട്ടികൾക്ക് റൊട്ടി ഉണ്ടാക്കി കൊടുത്തിരുന്നു. ഹദീസിലില്ലേ, ചരിത്രത്തിലില്ലേ? അതൊരു മോശമാണെന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി പഠിപ്പിച്ചില്ല. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ അങ്ങകലെയുള്ള ഈത്തപ്പന തോട്ടത്തിൽ ചെന്നൊരു ദിവസം ഇതാ വലിയ ചണ്ടികളൊക്കെ കെട്ടിയിട്ട് ചുമരിലേറ്റി നടക്കുകയാ. പൊള്ളുന്ന മണലിൽ നടന്ന് നടന്ന് ക്ഷീണിച്ച് ഒരു മരത്തണലിൽ ഇരുന്നപ്പോൾ ശക്തമായ തണുത്ത കാറ്റടിച്ച് വീശുന്നു. ആ ഇരുത്തത്തിൽ ബഹുമാനപ്പെട്ട അസ്മാ ബീവി മയങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്. ഇനി എത്ര നടക്കണം? ഈ ചുമടുമായിട്ട് നടക്കാൻ പറ്റുമോ? രോമങ്ങൾ കരിയുന്ന ചൂടാണ് വെയിലിന്റെ. ആ പൊള്ളുന്ന വെയിലിൽ ബഹുമാനപ്പെട്ട അസ്മാ ബീവി വിശ്രമിക്കുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരാള് വന്നിട്ട് ബഹുമാനപ്പെട്ട അസ്മാ ബീവിയുടെ സമീപത്തൊരു വാഹനം കൊണ്ട് നിർത്തുന്നു. ആരാ വാഹനം കൊണ്ടുവന്ന് നിർത്തിയത്? ബഹുമാനപ്പെട്ട അസ്മാ ബീവിയോട് പറയുന്നു, അസ്മാ കയറിക്കോ, പിറകിൽ കയറിക്കോ. ബഹുമാനപ്പെട്ട അസ്മാ ബീവി റളിയല്ലാഹു അൻഹ കണ്ണിഴിഞ്ഞു നോക്കുമ്പോൾ ആരാ നിൽക്കുന്നത്? ലോകത്തിന്റെ നേതാവ് റസൂലുള്ളാഹ്. തന്റെ അനുജത്തിയുടെ ഭർത്താവാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കുടുംബക്കാരനാണ്. തന്റെ പ്രിയപ്പെട്ട ഉപ്പായുടെ ഏറ്റവും വലിയ സുഹൃത്താണ്. എന്തെല്ലാം ബന്ധങ്ങളോ, ഒരിക്കലും ഒരു തിന്മയോ, അത്തരമെന്തെങ്കിലും ഒരു കിന്നാരമോ, ഒരു തെറ്റിന്റെ ലാഞ്ചനയോ വരാത്ത ബഹുമാനപ്പെട്ട മുത്തുനബി ഈ വാഹനത്തിൽ കയറാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട അസ്മാ ബീവി കയറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർബന്ധിച്ചില്ല. അന്ന് രാത്രി ബഹുമാനപ്പെട്ട സുബൈർ ബിൻ തങ്ങൾ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ പറഞ്ഞു, പ്രിയപ്പെട്ട ഭർത്താവേ, ഇന്നൊരു സംഭവം ഉണ്ടായി. ഞാൻ എന്റെ അടുത്ത് വളരെ ക്ഷീണിച്ചവശയായി ഒരു മരത്തണലിൽ ഇരിക്കുകയോ, ഇരുത്തത്തിൽ അങ്ങ് മയങ്ങിയതാ. അല്പസമയം കഴിഞ്ഞപ്പോ എന്റെ മുമ്പിൽ ഒരു വാഹനം വന്ന് നിർത്തിയിരിക്കുന്നു. കയറാൻ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ആ വാഹനത്തിൽ കയറിയില്ല. അല്ലാഹുവിന്റെ റസൂലാ, തീർത്തും ബന്ധപ്പെട്ട വ്യക്തിത്വമാ, കയറാൻ തരപ്പെട്ട വ്യക്തിത്വമാ. എന്തെങ്കിലും ഒരു അനിഷ്ട കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന നിങ്ങളുടെ അമ്മാവന്റെ മോനാണ്. മാത്രമല്ല എന്റെ അനുജത്തിയുടെ ഭർത്താവാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പായുടെ കൂട്ടുകാരനാണ്. ഇതെല്ലാമായിട്ടും എന്തുകൊണ്ട് കയറിയില്ല? അല്ലാഹുവിന്റെ റസൂൽ അന്യൊരു പുരുഷനാണ്. അന്യൊരു പുരുഷന്റെ കൂടെ ഒറ്റക്കൊരു വാഹനത്തിൽ കയറുകയോ, നിങ്ങൾക്കത് പൊറുക്കുമോ? നിങ്ങൾക്കത് സഹിക്കുമോ? ഓ മിനാത്തുകളെ, അന്യൊരുത്തന്റെ വാഹനത്തിന്റെ പിറകിൽ കയറുമ്പോ പ്രായപത്തിയ 10, 12, 14, 15 ഒക്കെ വയസ്സുള്ള പെൺകുട്ടികളെ അന്യോരുത്തന്റെ കൂട്ടി ബൈക്കിന്റെ പിറകിൽ കയറ്റിയിട്ടയക്കുമ്പോൾ, ഒറ്റക്ക് വാഹനത്തിൽ പറഞ്ഞു വിടുമ്പോൾ, സുബ്ഹാനല്ലാഹ്, എന്തേ പെങ്ങളെ ചിന്തിക്കാത്തത്? ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെ എത്ര ഹറാമുകൾ ചെയ്യുന്നുണ്ട്, എത്ര കുറ്റങ്ങൾ ചെയ്യുന്നുണ്ട്, മഹാപാപങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പാപങ്ങളൊന്നും പൊറുപ്പിക്കണ്ടേ പെങ്ങളെ? ഈ ദോഷങ്ങളൊക്കെ പൊറുപ്പിക്കണ്ടേ പെങ്ങളെ? അല്ലാഹു നമുക്ക് പൊറുത്തു തരണ്ടേ? ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതില്ലേ? സലാസുൽ കഫാറാത്ത്. ചിന്തിക്കണം. ഇങ്ങനെ ഒരുപാട് പാപങ്ങൾ നമുക്ക് പൊറുപ്പിക്കാനുണ്ട്. ഞാൻ എന്റെ വിഷയം അവസാനിപ്പിക്കുന്നു. 3
മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ദർജകൾ ഉയർത്തുന്ന കാര്യങ്ങളാ, നമ്മുടെ സ്ഥാനങ്ങൾ ഉയർത്തുന്ന കാര്യങ്ങളാ. എവിടെയാ മോനെ നമുക്ക് സ്ഥാനം വേണ്ടത്? ഇവിടെ സ്ഥാനത്തിന് കാര്യമായ ആവശ്യങ്ങളില്ല. ഓർത്തു നോക്കൂ, വല്ലാതെ സ്ഥാനമുള്ള ആളുകൾക്ക് എന്തൊരു പവറാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളതാ എയർപോർട്ടിൽ ചെന്നാല്, അതല്ലെങ്കിൽ പാസ്പോർട്ട് ഓഫീസിൽ ചെന്നാല്, അതുപോലെ പല സ്ഥലങ്ങളിൽ ക്യൂ സിസ്റ്റം പാലിക്കപ്പെടേണ്ട സ്ഥലങ്ങളിലൊക്കെ ചെന്നാല് എന്തൊരു തിരക്കാണ്. മണിക്കൂർ കണക്കിന് കാത്തു കെട്ടിക്കിടക്കേണ്ട സ്ഥലങ്ങളുണ്ട്. അതേ സമയത്ത് VIP-കളോ VVIP-കളോ ഒക്കെ വന്നാൽ അവർക്ക് പരിഗണനയാ. ഏത് തിരക്കുള്ള സമയത്തും കാന്തപുരം ഉസ്താദിന് എയർപോർട്ടിൽ തിരക്കില്ലല്ലോ, പാസ്പോർട്ട് ഓഫീസിൽ തിരക്കില്ലല്ലോ, ഒരു ഓഫീസിലും തിരക്കില്ലല്ലോ. അത് ദുനിയാവിൽ കൊടുത്ത VIP പവറുകളാണ്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, നമുക്കും ചില പവറുകൾ വേണ്ട സ്ഥലങ്ങളുണ്ട്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈ പ്രപഞ്ചം തകരാൻ പോവുകയാണ്, ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ പോവുകയാണ്, സൂര്യനും ചന്ദ്രനുമൊക്കെ കത്തി നശിക്കാൻ പോവുകയാണ്. അതല്ലേ ശാസ്ത്രം നമുക്കിന്ന് വിളിച്ചു പറഞ്ഞു തരുന്നത്, നമ്മയൊക്കെ തൊട്ടുണർത്തി തരുന്നത്. ഈ അണ്ടകടാഹങ്ങളെല്ലാം തകരാൻ പോകുന്നു. ഇതെല്ലാം തകർന്നാൽ വയൗമ നുസയ്യിറുൽ ജിബാല വതറൽ അർള ബാരിസതൻ വഹശർനാഹും ഫലൻ നുഗാദിര മിൻഹും അഹദാ. എല്ലാം തകരുന്നൊരു ദിവസമുണ്ട്. ഈ ഭൂമി മൊത്തം തകരുന്നു, ആകാശങ്ങൾ തകരുന്നു, നക്ഷത്രങ്ങൾ തകരുന്നു, എല്ലാം തകരുന്നൊരു ദിവസമുണ്ട്. കുല്ലു മൻ അലൈഹാ ഫാൻ. എല്ലാവരും ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന കാഹളത്തിൽ കൂടി അനോദാ ഊതുന്നതിനോട് കൂടെ ഈ പ്രപഞ്ചമെല്ലാം നശിക്കുന്നു, മനുഷ്യരെല്ലാം മരിച്ചൊടുങ്ങുന്നു, സർവജീവികളും മരിക്കുന്നു, മലക്കുകൾ മരിക്കും, ജിന്നുകൾ മരിക്കും, എല്ലാം നശിക്കും. ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് ജബ്രഈൽ, മീകാഈൽ, ഇസ്രാഫീൽ, അസ്റാഈൽ, 4 മലക്കുകളല്ലാതെ സർവരും മരിച്ചുപോയി. ബഹുമാനപ്പെട്ട അസ്റാഈൽ എന്ന മലക്കിനോട് റബ്ബ് ചോദിക്കുന്ന ഒരു ദിവസം, അസ്റാഈൽ ഇനി ആരാണ് ബാക്കിയുള്ളത്? ദാത്തുക്കൽ മുഖദ്ദസ്, നിന്റെ പരിശുദ്ധമായ ദാത്ത് മാത്രം ബാക്കിയുണ്ട്. ജിബ്രീൽ മരിച്ചിട്ടില്ല, മീകായിൽ മരിച്ചിട്ടില്ല, ഇസ്രാഫീൽ മരിച്ചിട്ടില്ല, പാവപ്പെട്ട അസ്റാഈൽ മരിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ മറുപടി, ദുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗതി, എല്ലാവരും മരിച്ചേ പറ്റൂ. ജിബ്രീൽ മരിക്കണം, മീകായിൽ മരിക്കണം, ഇസ്രാഫീൽ മരിക്കണം. ഈ മലായികത്തിന്റെ റൂഹ് വീണ്ടും അസ്റാഈൽ പിടിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന കാഹളം ഒരു ഭാഗത്തേക്ക് എറിയുന്നു, മരിച്ചു വീഴുകയാ. മീകായിൽ മരിക്കുകയാ, ജിബ്രീൽ മരിക്കുകയാ. ചോദിക്കുന്നു അസ്റാഈലിനോട്, അതാ വിറവിറയ്ക്കുന്ന അസ്റാഈലിനോട് ചോദിക്കുന്നു, ആരാ ബാക്കിയുള്ളത്? ദാത്തുക്കൽ മുഖദ്ദസ്, നിന്റെ പരിശുദ്ധമായ ദാത്ത് ബാക്കിയുണ്ട്. അല്ലാ വഅബ്ദുക്കൽ മിസ്കീനുൽ മയ്യിതു അസ്റാഈൽ, നിമിഷ നേരം കൊണ്ട് മരിച്ചു വീഴാനുള്ള പാവപ്പെട്ട അസ്റാഈലുണ്ട്. അസ്റാഈലിന്റെ ആത്മാവ് റബ്ബങ്ങ് പിടിക്കുന്നു. അസ്റാഈൽ മരിച്ചു വീഴുന്നു. ലോകം മൊത്തം മരിച്ചു പോയി. ഒരു മലക്കുമില്ല, ഒരു ജിന്നുമില്ല, ഒരു മനുഷ്യനുമില്ല, എല്ലാം നശിച്ചു. കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാവരും നശിച്ചു. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം.
റബ്ബ് മാത്രം ശേഷിക്കുന്ന ഒരു കാലം, ആരുമില്ലാത്തൊരു കാലം, അങ്ങനൊരു ദിവസം വരാൻ പോകുന്നു. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന്ന് റബ്ബ് ചോദിക്കുന്നു, ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് അധികാരമുള്ളത്? ഇതേ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി എവിടെ? ചേരിചേരാരാട്ടത്തിന്റെ പ്രസിഡന്റ് എവിടെ? ലോകത്ത് സർവകലാവല്ലഭന്മാരായി അറിയപ്പെട്ടവരെവിടെ? എന്താണ് ചരിത്രത്തിൽ പരാജയം എന്നറിഞ്ഞിട്ടില്ലാത്ത നെപ്പോളിയൻ എവിടെ? ഹിറ്റ്ലർ എവിടെ? ആർക്കും മിണ്ടാട്ടമില്ല. ലോകമടക്കി ഭരിച്ചിരുന്ന വേൾഡ് ചക്രവർത്തിമാരെവിടെ? നമ്രൂദ് എവിടെ? ഖാറൂൻ എവിടെ? ആരും മിണ്ടുന്നില്ല, മിണ്ടാൻ ആളുകളില്ല. അടുക്കി വരിക്കുന്ന സർവാധിനാഥനായ ഏകാധിപതിയായ അല്ലാഹുവിനാണ് അധികാരം, അവനാണ് ആധിപത്യം, അവനാണ് കഴിവെന്ന് റബ്ബ് തന്നെ മറുപടി പറഞ്ഞു. ആദ്യം പടച്ച റബ്ബ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ എന്ന മലക്കിനെയാ. ആ മലക്കിന്റെ കയ്യിൽ വീണ്ടും കാഹളം കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്, ഈ സൂറന്ന കാഹളത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ തട്ടി നിൽക്കുന്ന ഒരു കാഹളമാ. ആ കാഹളത്തിൽ നിറയെ ചെറിയ ചെറിയ ഹോളുകളാ. ഹോളുകൾ നിറയെ അർവാഹുകള്. ഈ അർവാഹുകൾ മുഴുവനും ആ സമയത്ത് ഹോളുകളിലെത്തിയിട്ടുണ്ട്. മരിച്ചു കിടക്കുന്ന കബറിൽ കിടക്കുന്ന അർവാഹുകൾ മുഴുവനും ഈ ഹോളുകളിലെത്തിപ്പോയി. അതുവരെ ലോകത്തിന്റെ പല ഭാഗത്ത് പാറിപ്പറന്നിരുന്ന അർവാഹുകൾ മുഴുവനും നമ്മുടെ പള്ളി അണ്ടോണം ജുമുഅത്ത് പള്ളിയുടെ സമീപത്ത് ആയിരക്കണക്കിന് ആളുകൾ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നുവെങ്കിൽ, അവർ അർവാഹുകൾ അവിടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, ലോകത്തുടനീളം അർവാഹുകൾ പാറിപ്പറന്നുകൊണ്ട് നിൽക്കുന്നുവെങ്കിൽ, ഈ അർവാഹുകൾ മുഴുവനും ഒന്നാമത്തെ ഊത്തോടുകൂടി ഈ കാഹളത്തിൽ ചെന്നുകൊണ്ട് നിൽക്കുകയാ. ആ കാഹളത്തിൽ തേനീച്ച അതിന്റെ ഹോളുകളിൽ ചെന്ന് നിൽക്കുന്ന പോലെ ആ അർവാഹുകളൊക്കെ ഹോളുകളിൽ ചെന്ന് നിൽക്കുകയാ. ഈ കാഹളം വീണ്ടും ഇസ്രാഫീൽ പിടിക്കുകയാ. തന്റെ കടിച്ചു പിടിച്ച ഹോളിൽ വീണ്ടും ഇസ്രാഫീൽ ഈ കാഹളത്തിൽ അനൗൺസ്മെന്റ് ചെയ്യുകയാ. അതിലങ്ങ് ഊതുമ്പോൾ ഈ അർവാഹുകൾ മുഴുവനും പാറിപ്പറന്ന് പോവുകയാ. ആകാശം തിമിർത്ത് മഴ വർഷിപ്പിക്കുകയാണ്. ആകാശത്ത് നിന്ന് നന്നായിട്ട് മഴ വർഷിക്കുമ്പോൾ, ഭൂമി മൊത്തം കുതിരുമ്പോൾ, കുതിർന്ന ഭൂമിയിൽ നിന്ന് മനുഷ്യൻ മുളക്കുമ്പോൾ, ജീവികൾ മുളക്കുമ്പോൾ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, കണ്ടില്ലേ? കുരു മുളക്കുന്നത് കണ്ടില്ലേ? പയറിന്റെ കുരു മുളക്കുന്നത് കണ്ടില്ലേ? ധാന്യങ്ങൾ മുളക്കുന്നത് കണ്ടില്ലേ? ഈത്തപ്പഴത്തിന്റെ കുരു മുളക്കുന്നത് കണ്ടില്ലേ? അതാ ഉണങ്ങിയ പുൽച്ചെടികൾ തെഴുത്ത് വരുന്നത് കണ്ടില്ലേ? ഇങ്ങനെ മനുഷ്യന്റെ ശരീരത്തിൽ അജുന്തനബ് എന്നൊരു ചെറിയ എല്ലുണ്ട്, വളരെ ചെറിയൊരു പീസാ. അത് നശിച്ചിട്ടില്ല, അത് ദ്രവിച്ചിട്ടില്ല. ആ എല്ലിൽ നിന്ന് മനുഷ്യൻ മുളക്കുകയോ. അവന്റെ കബറുകൾ പൊട്ടിയിട്ട് മുളച്ചിട്ട് വളഞ്ഞു കുത്തി വരുന്നു. ഒരു ചെടി ഏത് പ്രകാരമാണോ മുളച്ചു വരുന്നത്, ആ മുളച്ചു വരും പോലെ എല്ലാം ഇവിടെയൊക്കെ മനുഷ്യന്റെ ശരീരങ്ങൾ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് മുളച്ചു വരുന്നു. ഈ പാറിപ്പറക്കുന്ന അർവാഹികള് വീണ്ടും അതാത് ശരീരത്തിലേക്ക് കയറുകയാണ്. ഈ പാറിപ്പറക്കുന്ന അർവാഹുകള് ആ മുളച്ചു വരുന്ന ശരീരത്തിലേക്ക്, ജഡത്തിലേക്ക് കൂട്ടിയിണക്കപ്പെട്ടോ. സുബ്ഹാനല്ലാഹ്, ഏതെല്ലാം മനുഷ്യരെവിടെയൊക്കെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ട്, അവിടെ നിന്നൊക്കെ എഴുന്നേറ്റ് കബറിന്റെ പുറത്തിരിക്കുന്നു. ഈ ആത്മാവ് ചെന്നതിൽ വീണ്ടും കയറുന്നു. 1000 മനുഷ്യൻ ഇരിക്കുന്നു. ബഹുമാനപ്പെട്ട മുത്തുനബി പഠിപ്പിച്ചു, 1000 കൊല്ലം ഇരിക്കുന്നു.
ആദ്യമായിട്ട് ഖബർ പൊട്ടുന്ന മുത്തുനബിന്റെ ഖബറാണ്. റസൂലുള്ളാഹിന്റെ ഖബർ പൊട്ടി മുത്തുനബി പുറത്ത് വരുന്നു. ഹബീബിന് സ്വർഗ്ഗത്തിലെ വസ്ത്രങ്ങൾ അണിയിക്കപ്പെടുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബർ പൊട്ടി പുറത്ത് വരുന്നു. ഞാനോ മൂസാ നബിയോ ആദ്യം ഉയർത്തെഴുന്നേറ്റത് എന്ന് സംശയിച്ചു പോകുന്നു. അത്രയും സ്പീഡിലാണ് മൂസാ നബിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. പിന്നെ പ്രവാചകന്മാര് വരുന്നു, ജന്നത്തുൽ ബഖീൽ മറവിയപ്പെട്ട മുഅ്മിനീങ്ങൾ വരുന്നു, സ്വഹാബികൾ വരുന്നു. എല്ലാവരും ഭൂമിയുടെ ഉപരിതലത്തിൽ ഇരിക്കുന്നു. ഇരിക്കുന്നവര് മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല, ആരോടും മിണ്ടുന്നില്ല, ആരോടും സംസാരമില്ല. ഒരേ ഇരുത്തം ഇരിക്കുകയോ. ഈ പ്രസംഗിക്കുന്ന ഞാനോ ഇരിക്കുന്നു, കേൾക്കുന്ന നിങ്ങളോ ഇരിക്കുന്നു. എത്ര ദിവസം? 1000 കൊല്ലം ഇരിക്കുന്നു. 1000 കൊല്ലം കഴിയുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് അതിശക്തമായൊരു തീക്കാറ്റ് വരുന്നു. ആ ചുവന്ന കാറ്റ് വരുമ്പോ ആളുകളൊക്കെ സടകുടഞ്ഞെഴുന്നേൽക്കുന്നു. എഴുന്നേറ്റുകൊണ്ട് മനുഷ്യൻ ഓടുകയാണ്. ഓടാൻ കഴിയില്ല മോനെ, എന്റെ കൂടെ 2 ആളുകളുണ്ട്. ഓരോ മനുഷ്യന്റെ കൂടെയും 2 ആളുകളുണ്ട്. ഇത് യതലക്കൽ മുതലത്തിയാനി അനിൽ യമീനി വാനി ശിമാനി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് മാ കുൻത മിൻഹു തഹീദ് വനുഫിഖ ഫിസ്സൂരി ദാലിക യൗമുൽ വഈദ് വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. മോനെ, നിന്റെ ഇടത്തും വലത്തും ഓപ്പറേറ്റർമാരായ 2 മലക്കുകളുണ്ട്. നീ മരിച്ച സമയത്ത് ആ മലക്ക് എവിടെ പോയി? ആ മലക്കുകൾ എങ്ങോട്ട് പോയി? അവര് നിന്റെ ഖബറിന്റെ അടുത്തു കാവലാ. ഓരോ മനുഷ്യന്റെ ഇടത്തും വലത്തും നിൽക്കുന്ന 2 മലക്കുകൾ ആ മനുഷ്യന്റെ ഖബറിന്റെ അടുത്തു കാവലാ. തലക്ക് ഭാഗത്ത് നിൽക്കുന്നു, കാലിന്റെ ഭാഗത്ത് നിൽക്കുന്നു. മലക്കിനെ സന്തോഷിപ്പിച്ച് മലായിക്കത്തിന്റെ സന്തോഷത്തിന് അർഹരായിട്ടുള്ള മലക്കൂത്തി പ്രവർത്തികളാണ് കൂടുതൽ പ്രവർത്തിച്ചതെങ്കിൽ ആ മനുഷ്യന് വേണ്ടി മലക്കുകൾ തസ്ബീഹ് ചൊല്ലുന്നു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലക്കു ഭാഗത്തുള്ള മലക്ക് പ്രാർത്ഥിക്കുമ്പോൾ കാലിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്ക് ആമീൻ പറയുന്നു. കാലിന്റെ ഭാഗത്തുള്ള മലക്ക് പ്രാർത്ഥിക്കുമ്പോൾ തലക്കു ഭാഗത്തുള്ള മലക്ക് ആമീൻ പറയുന്നു. അതേ സമയത്ത് ഈ മലക്കുകളെ പൊറുതി മുട്ടിച്ച്, ഈ മലക്കുകളെ വല്ലാതെ വെറുപ്പിച്ച്, ഈ മലക്കുകൾ സഹികെട്ടുകൊണ്ടാണ് നിന്റെ കൂടെ നിന്നതെങ്കിൽ ആ മലക്ക് നിനക്കെതിരിൽ പ്രാർത്ഥിക്കുന്നു, നിന്നെ ശപിക്കുന്നു. ഒരിക്കൽ പോലും ജീവിതത്തിൽ കളവ് പറയാത്ത മുഹമ്മദുർ റസൂലുള്ളാഹ്, ഈന്തപ്പനകൾ നടത്തി കാണിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ, ചന്ദ്രൻ പിളർത്തി കാണിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ, ഈ അത്ഭുതങ്ങൾ മുഴുവൻ കാണിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പഠിപ്പിക്കുന്നു. ഈ 2 മലക്കുകൾ ഇതാ സടകുടഞ്ഞ് തയ്യാറായി. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. നിന്നെ കൊണ്ടുപോകാൻ 2 മലക്കുകളുണ്ട്. നിന്റെ കൂടെയുള്ള മലക്കുകള്, ഒരു മലക്ക് കൈ പിടിച്ചിട്ടുണ്ട്, മറ്റേ മലക്ക് പിറകിൽ തെളിക്കുന്നുണ്ട്. ഈ നിലക്ക് നിന്നെ മശ്ശറിലേക്ക് കൊണ്ടുപോവുകയാ. എന്റെ സഹോദരന്മാരെ, ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോ. വിശുദ്ധ ഖുർആൻ പറയുന്നു, അതേ വിശുദ്ധ ഖുർആൻ യാ വൈദൻ ശക്കത്തിസ് സമാഉ ഫകാനത് വർദതൻ കദ്ദിഹാൻ ഫയൗമഇദിൻ ലാ യുസ്അലു അൻ ദംബിഹി ഇൻസുൻ വലാ ജാൻ. അന്ന് നിന്നെ മശ്ശറിലേക്ക് കൊണ്ടുപോകുമ്പോൾ സഹോദരാ, ഒരു കുറ്റവാളിയോടും തന്റെ കുറ്റത്തെ കുറിച്ച് ചോദിക്കേണ്ടി വരൂല. കള്ളു പിടിച്ചവനോട് കുടിച്ചിരുന്നോ എന്ന് ചോദിക്കേണ്ടി വരൂല. പെണ്ണ് പിടിച്ചവനോട് വ്യഭിചരിച്ചു
പിടിച്ചിരുന്നോ എന്ന് ചോദിക്കേണ്ടി വരൂല. തമ്മാടിത്തം നടത്തിയവനോട് ചെയ്ത തമ്മാടിത്തത്തെ കുറിച്ച് ചോദിക്കേണ്ടി വരൂല. ഒരു സമൂഹത്തെ വഞ്ചിച്ച വഞ്ചകനെ കുറിച്ച് വഞ്ചിച്ചിരുന്നോ എന്ന് ചോദിക്കേണ്ടി വരൂല. അതേ കുടുംബത്തിലെയും മറ്റും ഭൂമി കട്ടെടുത്തവനെ കുറിച്ച് കട്ടിരുന്നോ എന്ന് ചോദിക്കേണ്ടി വരൂല. കള്ളപ്രമാണങ്ങൾ ഉണ്ടാക്കിയിട്ട് ആധാരങ്ങൾ ഉണ്ടാക്കിയിട്ട് ഭൂമി പിടിച്ചെടുത്തവനെ കുറിച്ച് അങ്ങനെ ചെയ്തിരുന്നോ എന്ന് ചോദിക്കേണ്ടി വരൂല. ഓരോ കുറ്റവാളികളെയും താൻ ചെയ്ത കുറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയുന്നത് ഈ മലക്കുകൾ നിന്നെ പിടിച്ചു കൊണ്ടുപോകുന്നത്. മോനെ, ഈ ദുനിയാവിൽ പല കുറ്റവാളികളെയും പോലീസ് ഉദ്യോഗസ്ഥന്മാര് പിടിക്കുന്നത് കണ്ടിട്ടില്ലേ? രണ്ട് കൈകളിൽ ആമം വെച്ച് കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ? എന്നാൽ അല്ലാഹുവിന്റെ മലക്കുകള് ഈ കുറ്റവാളികളെ പിടികൂടുന്നത് ആ രൂപത്തിലൊന്നുമല്ല. നിന്റെ പെരടിക്ക് പിടിച്ചുകൊണ്ടല്ല, നാവിക്ക് പിടിച്ചുകൊണ്ടല്ല, പിറകോട്ട് കൈകെട്ടിക്കൊണ്ടല്ല. നിന്റെ പാദം കാലും നിന്റെ കുടുമയും പിറകോട്ട് വലിച്ചിട്ട് പിറകോട്ട് വളച്ചിട്ട് രണ്ടും കൂടി ഒരു കയ്യിൽ കൂട്ടി പിടിച്ചിട്ട് നിന്നെ കൊണ്ടുപോകുന്നതാ. കൊണ്ടുപോയിട്ട് എങ്ങോട്ടാന്നറിയുമോ സഹോദരാ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് 120 വരികളിലായി മഹ്ശറിലേക്ക് കൊണ്ടുപോവുകയാ. വിശാല മൈതാനമാ. ആ മൈതാനത്തിന്റെ ഫ്ലോറ് മണലല്ല വിരിച്ചിരിക്കുന്നത്, ടൈലുകളല്ല വിരിച്ചിരിക്കുന്നത്, മാർബിൾ കല്ലുകളല്ല പതിച്ചിരിക്കുന്നത്. മിൻ ഫിദ്ദത്തിൻ ബൈളാ, വെളുത്ത വെള്ളിപ്പലകകൾ വിരിച്ചിരിക്കുന്ന മൈതാനത്തിലേക്ക് നിന്നെ കൊണ്ടുപോവുകയാ. 120 വരികളിലായി മൊത്തം ജനകോടികളെ നിർത്തിയിരിക്കുന്നു. കോടാനക്കോടി ജനങ്ങൾ ബഹുമാനപ്പെട്ട ആദം നബി മുതൽക്ക് ഖിയാമത്ത് നാൾ വരേക്കുമുള്ള സർവ മനുഷ്യരെയും ആ മൈതാനത്തിൽ നിർത്തുകയാ. 120 വരികളാ. മുത്തുനബിന്റെ ഉമ്മത്തുകൾ മാത്രം 80 വരികളാ. ആ 80 വരികൾ ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളാണ്. കള്ളു കുടിച്ചവർക്കൊരു സെക്ഷനാണ്, വ്യഭിചരിച്ചവർക്കൊരു സെക്ഷനാണ്, കളവ് പറഞ്ഞവർക്ക് വേറെ സെക്ഷനാണ്, അതേ സക്കാത്ത് കൊടുക്കാത്തവർക്ക് വേറെ സെക്ഷനാണ്, നിസ്കരിക്കാത്തവർക്ക് വേറെ സെക്ഷനാണ്. ഇങ്ങനെ 120 വരികളാ. ഈ വരികളിൽ നിർത്തുകയാ. സുബ്ഹാനല്ലാഹ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തിനമിന്റെ ഉമ്മത്തുകൾ നിൽക്കുന്ന 80 വരികൾ ഓരോരുത്തർക്കും പ്രത്യേകം വരികളുണ്ട്. മാറാൻ കഴിയൂല. ആ വരികളിൽ തന്നെ കൃത്യമായി കൊണ്ടുപോയി നിർത്തപ്പെടുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു വരി നിങ്ങൾക്ക് കേൾക്കണോ? ആ വരിയിലേക്ക് ഞാൻ അങ്ങ് നോക്കുന്ന സമയത്ത് ആ വരിയിൽ നിൽക്കുന്ന ആളുകളുടെ നാവ് മൊത്തം നെഞ്ഞിലേക്ക് തൂങ്ങിയിട്ടുണ്ട്, കണ്ണുകൾ മേൽപോട്ട് തുറിച്ചിട്ടുണ്ട്, മേലെ ചുണ്ടതാ വികസിച്ചിട്ട് മൂർധാവിലെത്തിയിട്ടുണ്ട്, താഴെ ചുണ്ട് നീണ്ടിട്ട് പൊക്കിളിലെത്തിയിട്ടുണ്ട്, നാവോ പുറത്തേക്ക് തൂങ്ങിയിട്ടുണ്ട്, വയറ് മുഴുവനും വീർത്ത് പൊട്ടിയിട്ടുണ്ട്. ആ വരിയിൽ നിൽക്കുന്ന ജനങ്ങളെ കോടികൾ അങ്ങനെയാണ്. ആ വരി ആരാണ്? ബഹുമാനപ്പെട്ട മുത്തുനബി പറയുന്നു, സുബ്ഹാനല്ലാഹ്. ആ വരിയിൽ നിൽക്കുന്ന ആളുകളിലെ ഇങ്ങനെ കണ്ടമാനം കുടിച്ചവരെ വയറ് വീർത്തിട്ട് ആ വീർത്ത വയറ് മുഴുവനും വീർത്ത് പൊട്ടിയിട്ട് അവരിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാ. അതാ അവരെ നാവിൽ നിന്ന് കേലയൊഴുകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. വീർത്ത വയറ് പൊട്ടിയിട്ട് പാമ്പുകളും തേളുകളും ഒക്കെ വയറ്റിൽ കൂടി ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഈ ദുനിയാവിൽ വെച്ച് പലിശ തിന്നവരാ, പലിശ വാങ്ങി തിന്ന ആളുകളെ നിർത്തുന്ന വരികളാകുന്നു. സുബ്ഹാനല്ലാഹ്. ഖബറിൽ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ അങ്ങനെയാണ് എഴുന്നേൽക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ല, അല്ലദീന യഖുലൂന റിബാ ലാ യഖൂന
ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതു ശൈത്വാനു മിനൽ മസ്. അതേ ദുനിയാവിൽ വാങ്ങി പലിശ വാങ്ങി വയറ് നിറച്ച മനുഷ്യൻ, പലിശ വാങ്ങിയവൻ, പലിശ തിന്നു എന്ന് വാങ്ങുന്നതിന്റെ ഏറ്റവും വലിയ ഉപയോഗം തിന്നലാണ്. അതുകൊണ്ട് ഖുർആൻ അങ്ങനെ പറഞ്ഞതാണ്. അതേ ആളുകളോട് പലിശ വാങ്ങി തിന്നവൻ, ബ്ലേഡ് കമ്പനിക്കാരൻ, അവന്റെ വയറ് മൊത്തം വീർത്ത് പൊട്ടിയിട്ട് പാമ്പുകളും തേളുകളും വയറ്റിൽ കിടന്ന് കഴിച്ചിട്ട് ഈ രൂപത്തിൽ നിൽക്കുകയാ. സഹോദരന്മാരെ, പലിശയുമായി ബന്ധപ്പെടുമ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ലത്. ഇത് പറയാനുള്ള ആളുകളുണ്ടോ? പലിശയില്ലാത്ത ഇടപാടുകളുണ്ടോ? പലിശയില്ലാത്ത ബിസിനസ്സുകളുണ്ടോ? സർവാളുകളും പലിശ വാങ്ങുന്നതിന് മടിയുണ്ടോ? വീട് പണിക്ക് വേണ്ടി, വാഹനത്തിന് വേണ്ടി, ആർഭാടമുള്ള വീടെടുക്കാൻ വേണ്ടി, ആർഭാടമുള്ള വാഹനം ഇങ്ങനെ ലക്ഷമുണ്ടാകുമ്പോൾ കോടിയുടെ ബിസിനസ് നടത്താൻ വേണ്ടി മുസ്ലിമേ എന്തിനാണ് ഖുർആൻ ഓതുന്നത്? എന്തിനാണ് നിസ്കരിക്കുന്നത്? ഹബീബ് പഠിപ്പിച്ചില്ലേ? ഏറ്റവും ചെറിയ പലിശക്കുള്ള കുറ്റം മുത്തുനബി പറഞ്ഞത് തന്റെ പ്രിയപ്പെട്ട ഉമ്മയുമായിട്ട് വ്യഭിചരിക്കുന്നത് പോലെയാ. ഏറ്റവും ചെറിയ പലിശ പോലും അത് 30 വ്യഭിചാരത്തിനേക്കാൾ വലിയ തിന്മയാ. അത്രയും വൻകുറ്റമാ. ശ്രദ്ധിക്കേണ്ടതില്ലേ? നീ വലിയ ബിസിനസ് നടത്താൻ വേണ്ടി, അതേ വലിയ വീട് വെക്കാൻ വേണ്ടി, വാഹനം വാങ്ങാൻ വേണ്ടി സർവ്വ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തുകൊണ്ട് പലിശയുമായിട്ട് ഇടപാട് നടത്തിയിട്ട് തടിച്ചു കൊഴിക്കുന്ന മനുഷ്യ, ആഹ്റം കൊണ്ട് വിശ്വാസമുണ്ടോ? നിർത്താൻ പോകുന്ന വരിയാണ്, വരാൻ പോകുന്ന അവസ്ഥയാണ്. തൊട്ടടുത്ത് മറ്റൊരു വരിയുണ്ട്. ആ വരി നിൽക്കുന്നവന്റെ വയറ് പൊട്ടിയിട്ടുണ്ട്, നാവ് വല്ലാതെ തൂങ്ങിയിട്ടുണ്ട്, മൂക്കും സർവദ്വാരങ്ങളും വികസിച്ചിട്ടുണ്ട്, പാനപാത്രം കയ്യിലുണ്ട്, ആളുകളെ ചീഞ്ഞ ചലങ്ങളും രക്തവും വാരിക്കോരി കുടിക്കുന്നു. കുടിച്ചത് മുഴുവനും പുറത്തേക്ക് വരുന്നു. എത്ര കുടിച്ചിട്ടും മതി വരാതെ ചീഞ്ചലം കുടിക്കുന്നു. ദുനിയാവിൽ വെച്ച് ലഹരി ഉപയോഗിച്ചവരാ സഹോദരാ. അള്ളാഹു ബുദ്ധി തന്നിട്ട്, അള്ളാഹ് ആരോഗ്യം തന്നിട്ട്, അള്ളാഹ് സമ്പത്ത് തന്നിട്ട്, അള്ളാഹ് ജോലി തന്നിട്ട്, അള്ളാഹ് ബുദ്ധി തന്നിട്ട്, വിവേകം തന്നിട്ട് അത് മുഴുവനും ദുരുപയോഗപ്പെടുത്തി മയക്കുമരുന്ന് ഉപയോഗിച്ച്, കള്ളു കുടിച്ച്, ബെക്തടിനടിച്ചിട്ട്, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട്, പണം കൊടുത്ത് ലഹരി വസ്തുക്കൾ വാങ്ങി ഉപയോഗിച്ചിട്ട് ആരോഗ്യം തകർക്കുന്ന മനുഷ്യ, ബുദ്ധി തകർക്കുന്ന മനുഷ്യ, ഇത്രയും വൃത്തികെട്ട സ്വഭാവത്തിന്റെ അടിമകളായി തീരുന്ന മനുഷ്യ, അള്ളാഹു വലിയ നിഅമത്ത് ചെയ്തിട്ട് കല്യാണം നടത്തുന്ന രാത്രിയിൽ പോലും ഇന്ന് കള്ളു കുടിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു കാലമാ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരറിയുക, മുസ്ലിം രക്ഷിതാക്കൾ അറിയുക, ഉത്തരവാദിത്ത ബോധമുള്ളവരറിയുക, കാരണവന്മാരറിയുക, ഇന്ന് ഒട്ടുമിക്ക കല്യാണത്തിന്റെ തലേ ദിവസങ്ങളൊക്കെ കള്ളു കുടിക്കുന്നത് അതൊരു അനുവദനീയമാണെന്ന നിലക്ക. കള്ളി കൊടുക്കുന്നതിനേക്കാൾ വലിയ തെറ്റാത് അനുവദനീയമാണെന്ന് വിശ്വസിക്കല്, അതിനെന്താ തെറ്റെന്ന് ചിന്തിക്കല്, അത് മോശമാണെന്ന് അംഗീകരിക്കാതിരിക്കല് ഇന്ന് വളരെ കൂളായിട്ട് സർവസമ്മതത്തോടുകൂടെ അതൊരു തെറ്റാണെന്ന് പോലും ചിന്തിക്കാതെയല്ലയോ ഈ നിലക്കുള്ള കള്ളും മദ്യവും അതുപോലത്തെ വസ്തുക്കളും നൽകുന്നത്, വിളമ്പുന്നത്. മോനെ, നിനക്ക് നിൽക്കാനുള്ള വരിയാ. ഇതൊന്നും നീ ചെയ്ത തെറ്റിന്റെ ശിക്ഷയല്ല, കുറ്റത്തിന്റെ ശിക്ഷയല്ല. ശിക്ഷ നിനക്ക് വിധിച്ചിട്ടില്ല. ഈ നിലക്ക് മശ്ശറിൽ നിൽക്കുകയാ. കട്ടെടുത്തവര് ഭാരിച്ച കട്ട വസ്തുക്കളുമായിട്ട് നിൽക്കുന്നു. വ്യഭിചാരികളായ സ്ത്രീകളും പുരുഷന്മാരും മെടകലർന്ന നൂല് പോലുമില്ലാതെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നു, മശ്ശറിൽ നിൽക്കുന്നു. സർവദ്വാര
കണ്ണുകളിൽ കൂടി ചിഞ്ഞി നാറുന്ന ചലങ്ങൾ ഒഴുകുന്നു. സർവരും തിരിച്ചറിയുന്നു. ഉമ്മമാര് മക്കളെ തിരിച്ചറിയുന്നു, മക്കൾ ഉമ്മമാരെ തിരിച്ചറിയുന്നു, ഭർത്താവ് ഭാര്യയെ തിരിച്ചറിയുന്നു, ഭാര്യ ഭർത്താവിനെ തിരിച്ചറിയുന്നു. അതേ അറേബ്യൻ മണലാരണ്യത്തിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും സന്തോഷത്തോടെ ജീവിക്കുന്നതിന് വേണ്ടി, വീട് വെക്കുന്നതിന് വേണ്ടി, നല്ല ജീവിതം നൽകുന്നതിന് വേണ്ടി, മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി, കെട്ടിച്ചയക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവിതം മൊത്തം ഹോമിച്ചുകൊണ്ട് ഗൾഫിന്റെ മണലാരണ്യത്തിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണമുണ്ടാക്കി നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് ആ പണമെടുത്തുകൊണ്ട് ഭർത്താവിൽ നിന്ന് കിട്ടുന്ന പണമൊക്കെ എടുത്തുകൊണ്ടിട്ട് രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ അങ്ങാടികളിൽ പർച്ചേസിന് പോയിട്ട് അന്യപുരുഷന്മാരോട് കിന്നാരം പറഞ്ഞിട്ട് പാതിരാക്ക് അന്യപുരുഷന്മാർ ടെലിഫോണിലും മറ്റേ മൊബൈലിലും മറ്റും വിളിച്ചിട്ട് ഇങ്ങനെ കിന്നരിച്ചു കൊണ്ടിരിക്കുന്ന പെങ്ങളെ, നിന്റെ ഭർത്താവ് തിരിച്ചറിയുന്ന ദിവസമാ, നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ തിരിച്ചറിയുന്ന ദിവസമാ, നിന്റെ സ്വന്തം മക്കൾ പോലും തിരിച്ചറിയുന്ന ദിവസമാ. ഈ നിലക്ക് മശ്ശറിൽ നിൽക്കുന്നു. എത്ര കൊല്ലം നിൽക്കണമെന്നറിയോ? കുറച്ചല്ലേ പറഞ്ഞുള്ളൂ, ചെറിയ 1-2 വരികളല്ലേ പറഞ്ഞുള്ളൂ. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. 50,000 കൊല്ലം ഈ നൃത്തം നിൽക്കുകയാ. പതച്ചു പോകുന്ന സൂര്യനാ നിന്റെ തലക്കുമീതേ, വെള്ളിപ്പലകയാ കാലിന്റെ താഴെ, ഭാരിച്ച ചുമടുകളാ കഴുത്തിലും തൊഴിലും. ഈ നിലക്ക് നിൽക്കുമ്പോ സഹോദരാ, ആദം നബി അലൈഹിസ്സലാമിനെ അന്വേഷിച്ചുകൊണ്ട് ആളുകൾ പുറപ്പെടുന്നു. ആദം നബിയെ അന്വേഷിക്കുന്നത് 1000 കൊല്ലമാണ്. 1000 കൊല്ലം അന്വേഷിക്കുമ്പോഴാണ് ആദം നബിയെ കണ്ടെത്തുന്നത്. ആദം നബി എവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു, നബിയെ തെരയുന്നു. വീണ്ടും 1000 കൊല്ലമാണ്. ഒരു നബിയെ തെരഞ്ഞ് മറ്റേ നബിയെ തെരയാ 1000 കൊല്ലമാകുന്നു. അവസാനമാണ് മുത്തുനബിയെ കണ്ടെത്തുന്നത്. മുത്തുനബി പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുന്നത് 1000 കൊല്ലമാ. 1000 കൊല്ലത്തേക്ക് ജവാബില്ല, മറുപടിയില്ല. 1000 കൊല്ലത്തെ സുജൂദിന് ശേഷം പടച്ച റബ്ബ് പറയുന്നു, എഴുന്നേൽക്കു നബിയേ, തല ഉയർത്തു നബിയേ, ചോദിക്കു നബിയേ, അംഗീകരിക്കപ്പെടും നബിയേ. ഹബീബ് ചോദിക്കുകയാ. അതിനുശേഷമാണ് വിചാരണ തുടങ്ങുന്നത്. അതിനുശേഷമാണ് സ്വർഗം അലങ്കരിക്കപ്പെടുന്നത്. അതിനുശേഷമാ നരകം കൊണ്ടുവരപ്പെടുന്നത്. അതിനുശേഷമാ മീസാൻ സ്ഥാപിക്കപ്പെടുന്നത്. അതിനുശേഷമാ റബ്ബ് ഹിസാബ് തുടങ്ങുന്നത്. എന്നാൽ കേൾക്കണോ, ഈ സംഭവങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോ ഇതൊന്നും അറിയാത്ത, ഇതൊന്നും ഇടപെടാത്ത, ഇതിലൊന്നും ഭാഗവാക്കാവാത്ത കുറെ ആളുകളുണ്ട്. അവർക്ക് മൈശ്വര പ്രശ്നമല്ല, അവർക്ക് ഇതൊന്നും ഒരു സംഭവമല്ല. അവരറിയുന്നില്ല, ചൂടറിയുന്നില്ല, സമയമറിയുന്നില്ല. അവര് ക്യൂയിലില്ല, അവര് വരിയിലില്ല. ആ വരിയില്ലാതെ സത്ത് കെട്ടി നിൽക്കാതെ, നേരെ ഹിസാബില്ലാതെ, ചോദ്യങ്ങളില്ലാതെ, തൂക്കലുകളില്ലാതെ അതാ സ്വർഗത്തിലേക്ക് പോകുന്ന വിഐപികളുണ്ട്. ആ വിഐപികളെ കൂട്ടത്തിൽപ്പെടാ അന്ന് ദറജ കിട്ടാ. അവിടെയാണ് ദറജ വേണ്ടത്, അവിടെയാണ് സ്ഥാനങ്ങൾ വേണ്ടത്, അവിടെയാണ് പരിഗണന വേണ്ടത്. ആ പരിഗണന ലഭിക്കാൻ 3 കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹ് വസലാസും ദറജാത്തുൻ. 3 കാര്യങ്ങള് അവിടെ ദറജ ഉയർത്തുന്ന കാര്യങ്ങളാ, പരിഗണന ലഭിക്കുന്ന കാര്യങ്ങളാ. മശ്ശറയില് ക്യൂ നിൽക്കേണ്ടി വരൂല, ഹിസാബ് വേണ്ട, ചോദ്യങ്ങളില്ല. അതേ നന്മതിന്മ
കടമകള് തൂക്കുന്നില്ല. തീരെ ഒരു പ്രയാസവുമില്ല. ഈ കഥകളൊന്നും അറിയാതെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. മൂന്ന് കാര്യങ്ങൾ അവിടെ തീരെ വലിയ പരിഗണന കിട്ടും. ഇവിടെ എയർപോർട്ടിൽ പരിഗണന കിട്ടുന്നത് പോലെ, പാസ്പോർട്ട് ഓഫീസിൽ പരിഗണന കിട്ടുന്നത് പോലെ, എവിടെയും ക്യൂ നിൽക്കാതെ പോകാൻ പറ്റുന്നത് പോലെ, മശ്ശറയിൽ ക്യൂ നിൽക്കാതെ മശ്ശറയിൽ സംഭവം അറിയാതെ ഗ്രീൻ ചാനൽ കൂടി കടന്നു പോകാൻ പറ്റുന്ന 2-3 കാര്യങ്ങളാ. ആ കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ പോകാം. വരിയിൽ നിൽക്കണ്ട, തൂക്കല് വേണ്ട, ചോദ്യങ്ങൾ വേണ്ട. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര്, ഉപ്പമാർ, സഹോദര സഹോദരിമാർക്ക് താല്പര്യമുണ്ടോ? അല്ലാ, അവിടെ ഒന്ന് പരിഗണന കിട്ടണമെന്ന്, അവിടെ ഹിസാബില്ലാതെ സ്വർഗത്തിലെത്തണമെന്ന്, ആ രൂപത്തിൽ അങ്ങ് രക്ഷപ്പെടണമെന്ന് താല്പര്യമുണ്ടോ? അന്ന് അവിടെ എത്തിയിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പോ ചിന്തിക്കണ്ടേ, ഇപ്പോൾ പ്രവർത്തിക്കണ്ടേ. എന്റെ പ്രിയപ്പെട്ട സഹോദര, അതാ ഞാൻ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫസലാത്തുൻ ദറജാതുൻ, 3 കാര്യങ്ങൾ ഈ നിലക്ക് സ്ഥാനം ഉയർത്തുന്ന കാര്യങ്ങളാണ്. ഒന്ന് ഏതാണെന്നറിയുമോ? ഭക്ഷണം നൽകലാണ്. ആർക്കും ഭക്ഷണം നൽകലാണ്. ഭക്ഷണം നൽകുന്ന അത്ര പുണ്യമുള്ള ഒരു കാര്യം വേറെയില്ല. ഭക്ഷണം കൊടുക്കൽ പുണ്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ 5 വഖത്ത് നിസ്കാരം പഠിപ്പിക്കുന്നതിന്റെ മുൻപ്, റമളാൻ നോമ്പനുഷ്ഠിക്കണമെന്ന് പഠിപ്പിക്കുന്നതിന്റെ മുൻപ്, സകാത്ത് കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്നതിന്റെ മുൻപ് ആദ്യം മുത്തിനെ പഠിപ്പിച്ച കാര്യമാണ് അതേ, നിങ്ങൾ ഭക്ഷണം കൊടുക്കുക. ആർക്കും ഭക്ഷണം കൊടുക്കുന്നത് പുണ്യമുള്ള ഒരു അമലാണ്. ഭക്ഷണം നൽകുക. നിങ്ങൾ ഓർത്തു നോക്കൂ. അതുകൊണ്ട് ആ പഴയ കാലം മുതൽക്കേ ബഹുമാനപ്പെട്ട സലഫുസ് സ്വാലിഹീങ്ങള് മരിച്ചവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അവര് ചെയ്തിരുന്നത് ഭക്ഷണം ഉണ്ടാക്കിയ ആളുകൾക്ക് നൽകുക. അത് ആർക്ക് കൊടുക്കുന്നതും പുണ്യമാണ്. 5 വഖത്ത് നിസ്കരിക്കാത്ത മുസ്ലിമിന് ഭക്ഷണം കൊടുക്കൽ പുണ്യമില്ല. അല്ലാത്ത ആർക്കും ഭക്ഷണം കൊടുക്കൽ പുണ്യമാണ്. അമുസ്ലിമിന് ഭക്ഷണം കൊടുക്കുന്നതിന് കുറ്റമില്ല, പുണ്യമാണ്. ആർക്കും കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്കറിയുമോ, അമ്പിയാക്കളുടെ കൂട്ടത്തിൽ 1-ാം സ്ഥാനത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ, 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന നബി ആരാണ്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന നബി ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന നബി മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം. 5-ാം സ്ഥാനത്ത് നിൽക്കുന്ന നബി ആദം നബി അലൈഹിസ്സലാം. ഈ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിക്കുള്ളൊരു പ്രത്യേകത എന്താണ്? ധാരാളം ഇബ്രാഹിം നബി ലോകത്തിന് മനുഷ്യകുലത്തിന് മൊത്തം മാതൃകയാണ്. മനുഷ്യ സംസ്കാരത്തിന് നാന്ദി കുറിച്ച പ്രവാചകരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബിന്റെ പ്രത്യേകതയാണ്, ഏത് സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോഴും ആരെങ്കിലും കൂട്ടിയിട്ടേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഭക്ഷണത്തിന്റെ ബറക്കത്ത് അധികരിക്കാനുള്ള വസ്തുകാര്യമാണ് കസ്റത്തുൽ ഐദി, കൈകൾ വർദ്ധിപ്പിക്കുക, കൂടുതൽ ആളുകൾക്ക് നൽകുക. സ്വന്തമായിട്ട് ഭക്ഷണം നന്നായിട്ട് കഴിച്ചാൽ, നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരും. അനുഗ്രഹത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അതേ സമയത്ത് താൻ എത്ര ഭക്ഷണം ഉണ്ടാക്കിയാലും, വിഭവങ്ങൾ ഉണ്ടാക്കിയാലും, അതിൽ 1-2 അതിഥികൾ കൂട്ടിയാൽ ആ ഭക്ഷണത്തെ കുറിച്ച് ചോദ്യമില്ല, അതിനെക്കുറിച്ച് അന്വേഷണങ്ങളില്ല, അതിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരൂല. ഇരിക്കട്ടെ,
ഇബ്രാഹിം നബി അലൈഹിസ്സലാം വല്ലാതെ സൽക്കാരപ്രിയനായിരുന്നു. ഏത് സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോഴും ആരെങ്കിലും ഒന്ന് കിട്ടാതെ ഭക്ഷണം കഴിക്കില്ല. മൈലുകളോളം യാത്ര ചെയ്തുകൊണ്ട് കൂടെ കഴിക്കാൻ ആളെ തേടിപ്പിടിക്കൽ പതിവാണ്. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരാൾ അന്വേഷിച്ചു പോയി. വളരെ ദൂരെ ചെന്ന് ഒരാളെ കൊണ്ടുവന്നു. അയാളെ മുമ്പിൽ ഭക്ഷണം വിളമ്പി വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോ ആ മനുഷ്യന്റെ കൈ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഈ കയ്യിൽ കെട്ട് കണ്ട മനുഷ്യനോട് ഇബ്രാഹിം നബി ചോദിച്ചു, എന്തു പറ്റിയതാണ്? അത് തീപ്പൊള്ളലേറ്റതാണ്. എങ്ങനെ തീപ്പൊള്ളലേറ്റു എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത്, ഞാനൊരു മജൂസിയാണ്, ഒരു തീയിനെ ആരാധിക്കുന്ന മനുഷ്യനാണ്, അബദ്ധത്തിൽ തീ കത്തിപ്പോയതാണ്. ഇബ്രാഹിം നബിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അല്ലാ, ഞാൻ എന്റെ ഭക്ഷണം കൊടുക്കുന്നത് അഗ്നി ആരാധിക്കുന്ന ഒരു മനുഷ്യനാണോ എന്ന് ചിന്തിച്ച് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭക്ഷണം കൊടുക്കാതെ അയാളെ ഇറക്കി വിടുകയാണ്. മുക്കറബായ മലക്ക് ജബറഈൽ വന്നുകൊണ്ട് ഇബ്രാഹിം നബിയോട് പറയുന്നു, ശരിയല്ല, നിങ്ങൾ ചെയ്തത് ശരിയായില്ല. എത്ര കാലമായി ആ മനുഷ്യൻ തീയനാരാധിക്കുന്ന പടച്ച റബ്ബ് കാണുന്നു, പടച്ച റബ്ബ് ഭക്ഷണം കൊടുക്കുന്നു, പടച്ച റബ്ബിന് യാതൊരു പരിഭവവുമില്ല, നിങ്ങൾ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു വിളിക്കുന്നു. തിരിച്ചു വിളിച്ചു കൊണ്ടുവന്ന് ഭക്ഷണം നൽകുന്നു. ആ മനുഷ്യൻ, എന്തേ നിങ്ങൾക്ക് മാറ്റം വന്നത്? അദ്ദബനി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് ശരിക്കും സംസ്കാരം പഠിപ്പിച്ചു. അതേ, ആർക്കും ഭക്ഷണം കൊടുക്കുന്നത് പുണ്യമാ. അതുകൊണ്ട് സഹോദര, ഹിന്ദുവിനും മുസ്ലിമിനും ആർക്കും ഭക്ഷണം കൊടുക്കുന്നതിന് പുണ്യമാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഭക്ഷണം കൊടുക്കുന്നവർക്ക് വലിയ സ്ഥാനം ദുനിയാവിലുണ്ട്, ആഖിറത്തിലുണ്ട്. ബഹുമാനപ്പെട്ട നബി ഹുനൈൻ സമരം കഴിഞ്ഞ് സമരാർജിത സമ്പത്ത് ഓഹരി ചെയ്യുമ്പോൾ കണ്ടമാനം സമരാർജിത സമ്പത്ത് കിട്ടിയ യുദ്ധമാ, സമരമാ. ഹുനൈൻ യുദ്ധം ഔത്താസ് കഴിഞ്ഞ് അതിലതാ ധാരാളം അടിമ സ്ത്രീകളുണ്ട്. ആ പെൺകുട്ടി, സുന്ദരിയായ ഒരു പെൺകുട്ടി വന്നുകൊണ്ട് മുത്തുനബിയോട്, തങ്ങൾക്ക് എന്നെ അറിയുമോ? ഞാൻ ആരാണെന്നറിയുമോ? അങ്ങയുടെ സ്വഹാബത്ത് എന്നെ അടിമയായി പിടിച്ചിരിക്കുകയാണ്, ഞാൻ നിങ്ങൾക്കറിയുമോ? അതേ, ചരിത്രത്തിൽ അറിയപ്പെട്ട ഹാത്തിമുത്തായി എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ ഹാത്തിമുത്തായിയുടെ മകളാണു ഞാൻ. ബഹുമാനപ്പെട്ട മുത്തുനബി സ്വഹാബികളോട്, അയച്ചു വിട്ടേക്കുക പെൺകുട്ടിയെ. ആ പെൺകുട്ടിയുടെ ഉപ്പ വല്ലാത്തൊരു മാന്യനായിരുന്നു. 10,000 ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത മനുഷ്യനാ. ആ മനുഷ്യനത്ര ഭക്ഷണം കൊടുത്തത് കൊണ്ട്, ധാരാളം ആളുകൾക്ക് ഭക്ഷണം ഊട്ടിയത് കൊണ്ട് ആ മനുഷ്യന്റെ മക്കൾക്കും ആ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് മക്കളെ, ഭക്ഷണം കൊടുക്കുന്ന അത്ര പുണ്യമുള്ളൊരു അമലി വേറെ നിന്റെ ദറജ ഉയർന്നു കിട്ടാൻ, ആഖിറത്തിലെ പരിഗണന കിട്ടാൻ ശരിക്കും ഭക്ഷണം കൊടുത്തോ. പഴയകാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു മുത്തഅല്ലിമിന് ഭക്ഷണം കൊടുക്കണമെന്ന് പറയുമ്പോ എത്ര സാമ്പത്തിക ശേഷിയില്ലാത്ത കുടുംബമാണെങ്കിലും, പ്രായം ചെന്ന ഉമ്മയാണെങ്കിൽ, മക്കൾക്ക് പട്ടിണിയാണെങ്കിൽ, പശിയടക്കാൻ വകുപ്പില്ലെങ്കിൽ പോലും ഒരു മുത്തഅല്ലിമിന് ഭക്ഷണം കൊടുക്കാൻ ഉമ്മമാർക്ക് എന്തൊരാവേശം, ഉമ്മമാർക്ക് എന്തൊരു താല്പര്യം. സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ ഓമശ്ശേരി ചോലക്കൽ പള്ളിയിൽ ബഹുമാനപ്പെട്ട കോയ ഉസ്താദിന്റെ ദർസിൽ പഠിക്കുമ്പോ അന്ന് 65 മുത്തഅല്ലിമീങ്ങളുണ്ട്. ഒട്ടുമിക്ക മുത്തഅല്ലിമീങ്ങളും ഭക്ഷണം പോത്തിന് പോയിരുന്ന വീടുകൾ ചെറ്റക്കുടിലാണ്. 3 വീട്ടിൽ ഞാൻ ഭക്ഷണത്തിന് പോയിട്ടുണ്ട്. 3 വീടും ഓരമേഞ്ഞ വീടായിരുന്നു. ഓടുമേഞ്ഞൊരു വീട്ടിലന്ന് ഞാൻ ഭക്ഷണത്തിന് പോയിട്ടില്ല. 3 വീട്ടുകാരും കൂലിപ്പണിക്കാരാണ്. അന്ന് ഒരു കൗങ്ങ് കയറിയ 20 പൈസ കൂലിയാണ്. 20 പൈസ കൂലി വെച്ച് കൗങ്ങ് കയറാൻ പോകുന്ന, അടക്ക പറിക്ക് പോകുന്ന ആളുകളെ വീട്ടിലാണെന്ന് ഭക്ഷണം കഴിച്ചിരുന്നത്. അവർക്ക് എന്തൊരു സ്നേഹമാ. അതേ സമയത്ത് ഇന്ന് സാമ്പത്തിക ശേഷിയുണ്ട്, സൗകര്യങ്ങളുണ്ട്, വീട്ടിലെല്ലാറ്റിനും സൗകര്യമുണ്ട്. പക്ഷെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണമെന്ന് പറയുമ്പോൾ പല ആളുകൾക്കും
പ്രയാസമാണ്. ചിന്തിക്കുകയാണ്, ആലോചിക്കുകയാണ്. ഉമ്മത്ത് മറക്കണ്ട, മറന്നു പോകണ്ട. ജീവിതത്തൊരു കാഫീല് കന്ന് പോയി പോട്ടെ, കണ്ണുമടച്ചിട്ട് ഇരുളാമ പൊട്ട. അവരൊക്കെ പാലം കടന്നില്ലേ, അക്കരെ എത്തിയില്ലേ. അതേ സമയത്ത് നമുക്കുന്നതൊന്നും ഒരു പ്രശ്നമില്ല അല്ലേ. കാശ് വേണമെങ്കിൽ തരാ, ഹോട്ടലിൽ വേണമെങ്കിൽ ഏൽപ്പിച്ചോളൂ, അല്ലെങ്കിൽ ക്യാൻറ്റീൻ സമ്പ്രദായമാക്കാ, എത്ര വേണമെങ്കിലും പണം തരാ, ഭക്ഷണം കൊടുക്കാൻ ഇന്ന് ഒട്ടുമിക്ക ആളുകൾക്കും പ്രയാസമുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോ, ആഖിറത്തിലേക്കുള്ള ദറജ നിനക്ക് മോനെ. 10 സമയത്ത് റഹ്മത്തിന്റെ മലക്ക് നിന്റെ അടുത്ത് വന്നിട്ട് നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അതിനൊരു സമയം എപ്പോഴാണെന്നറിയോ? നിന്റെ വീട്ടിലേക്ക് ഒരതിഥി വരുമ്പോ, അതിഥി ഭക്ഷണം കഴിക്കുമ്പോ, അതിഥി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിന്റെ സമീപത്ത് റഹ്മത്തിന്റെ മലക്ക് വന്നിട്ട് നിനക്ക് ദുആ ചെയ്യുകയാ. പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ നിർത്തി. എല്ലാവരോടും സലാം പറയുക, അറിയുന്നവരോടും അറിയാത്തവരോടും, വ്യക്തിപരമായിട്ട് പരിചയമുള്ളവരോടും പരിചയമില്ലാത്തവരോടും സ്നേഹിക്കാൻ പറ്റുന്ന സകലരോടും സലാം പറയുക. അല്ലാഹുവോടാണ്, അല്ലെങ്കിൽ മുതഅല്ലിമീങ്ങളോടാണ്, അങ്ങനത്തെ ആളുകളോടെ സലാം പറയാറുള്ളൂ. അതേ സമയത്ത് ഒരു മുസ്ലിമിനെ കാണുമ്പോ സ്നേഹിക്കാൻ പറ്റുന്ന സകലരോടും സലാം പറയുക. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പറയാൻ സമയമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇങ്ങനെ മദീനത്തിൽ നടക്കുമ്പോൾ 2 ആളുകൾ ഭയങ്കര തർക്കം, ഭയങ്കര കശപിശ. എന്താ പ്രശ്നം? അപ്പോ ഇയാള് പറയണേ, ഇയാളെ പറമ്പിൽ നിന്ന് ഒരു മരത്തിന്റെ കൊമ്പ് എന്റെ വീട്ടിലേക്ക് വീടിന്റെ മതിലിന്മേൽ ഇങ്ങനെ കുത്തിയിട്ട് ചുമരുമേൽ, അത് വെട്ടാൻ പറഞ്ഞിട്ട് ഇയാൾ വെട്ടുന്നില്ല. ഓ, അങ്ങനെ പാടില്ല. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഒന്നുകൊണ്ടും മറ്റൊരാൾക്ക് ശല്യമുണ്ടാവില്ല. ഒരു മുസ്ലിമായ മനുഷ്യന്റെ മക്കളെ കൊണ്ട് ശല്യം ഉണ്ടാവില്ല, വാഹനം കൊണ്ട് ശല്യം ഉണ്ടാവില്ല. അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മറ്റുള്ള മുസ്ലിമീങ്ങളെല്ലാം, മറ്റു മനുഷ്യരെല്ലാം മൻ സലിമൻ നാസു എന്ന വേറെ റിപ്പോർട്ട്, മറ്റുള്ളവരൊക്കെ ഇവന്റെ ശല്യത്തിൽ രക്ഷപ്പെട്ട ആൾ അവനാ മുസ്ലിം. നമ്മളെ വീട്ടിന്റെ ചുമരിന്മേൽ തട്ടിയിട്ട അയാളെ വെട്ടാൻ കൂട്ടക്കുന്നില്ല, ശരിക്കും പാടില്ല. ചില ആളുകൾ അങ്ങനെ ഉണ്ട്. ഈ പഴയ കാലത്ത് കണ്ട് ഈ അതിരുമ്മ കൊണ്ടുപോയിട്ട് മുള ഇവിടെ എന്താ പറയാ, മുള എന്നല്ലേ, മുളം കൂട്ടം. അത് കൊല്ലം ഇങ്ങനെ വികസിച്ച് വരിക. അപ്പൊ അതിൽ വെച്ചാൽ 2 കൊല്ലം കഴിഞ്ഞാൽ പകുതി മുള പിന്നെ മറ്റേ ആളെ സ്ഥലത്തുണ്ടാവില്ല, ഞാളുണ്ടാവില്ലേ. അവിടെ കിതാബിന് മുമ്പ് നമ്മൾ ഓതുന്ന കാലത്ത് മസ്തരാട്ടി അങ്ങനെ വന്നാൽ ഈ മുള ആരുടേതാണ്? അയാളെ മുളം കൂട്ടത്തിൽ ഉണ്ടായതാണ്. ഇപ്പൊ നമ്മളെ സ്ഥലത്താണുള്ളത്. അത് ആർക്കാണ് അതിന്റെ അവകാശം? അപ്പൊ ഇനി അന്നൊന്നും നമ്മൾ ചിന്തിക്കൂല, അതൊന്നും ആവശ്യം വരുമെന്ന്. ഇമാമിയങ്ങൾ ഖിയാമത്ത് നാൾ വരേക്കുള്ള സകല മസലകൾ എഴുതി വെച്ചിരിക്കും. ഞാനിങ്ങനെ ഞെട്ടിപ്പോകും. മുമ്പ് കാലത്ത് ഷെർവാനിൽ കാണൊരു മസല, ഒരാൾ സ്വർണം വിഴുങ്ങിയ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് നിർബന്ധമാണ്. സ്വർണ്ണം ഒരാൾ വിഴുങ്ങി, എന്നാൽ വയറ്റിലവിടെ സൂക്ഷിച്ചു വെച്ചതാണല്ലോ, അതിന് സക്കാത്ത് കൊടുക്കണോ വേണ്ടതൊരു മസല. അപ്പൊ ഞാൻ വിചാരിച്ചു, ആരാ അതൊക്കെ വിഴുങ്ങി, അതൊക്കെ വെറുതെ പറയാൻ പറ്റാതെ. ഇപ്പൊ എന്നും മുൻകരാ പഠിച്ചു. ഈ നെടുമ്പാശ്ശേരി എന്ന സ്വർണം കോഴിക്കോട് 20-50 പവന മിനിങ്ങി വരുന്ന മനുഷ്യൻ, നിങ്ങളൊന്ന് ആലോചിച്ചു. അപ്പൊ നമ്മുടെ ഇമാമിയങ്ങളെ കാഴ്ച എത്രയാണ് എന്നവരെ മസ്സല. അപ്പൊ ഈ മുളങ്കൂട്ടത്തിന്റെ പ്രശ്നം വന്നത് ആർക്കാണ്? അപ്പൊ ഇനി തുഷ്പന് മസ്സല പറഞ്ഞത്, ആ മുള യഥാർത്ഥത്തിൽ യഥാർത്ഥ ഉണക്ക് തന്നെ മുള.
മറ്റേ ആൾക്ക് സ്ഥലത്തിന് വാടക കൊടുക്കണം, അയാളെ സ്ഥലത്താണ് ഉണ്ടായത്. ഇങ്ങനെ വികസിച്ചങ്ങോട്ട് പോയത് അയാളെ വാടക കൊടുത്തോളണം. അങ്ങനെ അപ്പൊ എന്ന മാതിരി ഈ വീടിക്ക് മതിൽമൊക്കെ തട്ടി അത് മുറിച്ചു കൊടുക്കാം. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എടാ അതമ്മ മുറിച്ചു കൊടുത്തേ, അത് മുറിച്ചു കൊടുത്താളാന്ന്. അപ്പൊ ഇയാള് പറഞ്ഞു അത് മുറിക്കാൻ പറ്റില്ല, അതിന് പകരം വേറെ മരമാണെന്നാണ്. അവന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ മുറിച്ചു കൊടുക്കല്ലേ, അപ്പൊ അതിന് വേറൊരു മരം എനിക്ക് പകരമായി തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ മറ്റു സാബിയാണ്, ഇയാളൊരു പിശുക്കിട്ട, മുത്തുനബി വെട്ടാമെന്ന് പറ്റാത്ത ഇയാൾ എന്തൊരു പിശുക്കനാ. അള്ളാന്റെ റസൂല് വെട്ടാൻ പറഞ്ഞിട്ട് വെട്ടാത്തൊരു മനുഷ്യൻ. അല്ലോ ഇയാള് എന്തൊരു പിശുക്കനാ. അപ്പൊ മുത്തുനബി ചോദിച്ചു, ഇതിലും വലിയ പിശുക്കൻ ആരാ നിങ്ങൾക്ക് അറിയോന്ന് ചോദിച്ചു. ഇയാളൊരു പിശുക്കനാണ് ശരി, ഇതിലും ഭയങ്കര പിശുക്കൻ ആരാ നിങ്ങൾക്ക് അറിയോന്ന് ചോദിച്ചു. അറിഞ്ഞ തിരക്കടില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ മൻ ഒരാളാണ് തന്റെ മുസ്ലിമായ ഒരു സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് സലാം പറയാൻ തോന്നാത്തവനാണ്. സ്വന്തം അനുജനെ കാണുമ്പോ അതിന് തോന്നില്ല, ഉപ്പാനെ കാണുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയാൻ തോന്നില്ല, അയൽവാസിയെ കാണുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയാൻ തോന്നില്ല. അങ്ങനെ തന്റെ മുസ്ലിമായ ഒരു സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് സലാം പറയാൻ തോന്നാത്ത മനുഷ്യൻ ഈ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ പിശുക്കനാണ്. സാദിഖുൽ മസ്തൂഖ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ അതുകൊണ്ട് സ്നേഹിക്കാൻ പറ്റുന്നവർക്ക് സലാം പറയണം. ചിലവർ നമുക്ക് സ്നേഹിക്കാൻ പറ്റൂല, സലാം പറയാൻ പറ്റൂല. ഇപ്പോ നിങ്ങളെ ഭാര്യയുടെ നമ്മൾ സ്നേഹിച്ചാൽ അങ്ങനെ ഉണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളെ ഭാര്യ നമ്മൾ സ്നേഹിച്ചാൽ ഇഷ്ടപ്പെടും. ഏതാണ്ടറിയും. പിന്നെ നിങ്ങളെ ഭാര്യയോട് നമ്മൾ സലാം പറയാൻ പാടില്ല, അസ്സലാമു അലൈക്കും പറയാൻ പാടില്ല. നിങ്ങളെ മോളെ നമ്മൾ സ്നേഹിച്ചാലോ പറ്റുമോ? ഞങ്ങൾ ഉസ്താദൊക്കെ കുഴപ്പമില്ല, ഉസ്താദേ ആള് പിശക എന്ന് പറഞ്ഞെങ്കിൽ ഒപ്പം കൂടൂലേ. അപ്പൊ സ്നേഹിക്കാൻ പറ്റിയവരെ പറയാൻ പറ്റുള്ളൂ. അന്യ പെണ്ണുങ്ങളെ സ്നേഹിക്കാൻ പറ്റൂല, സലാം പറയാൻ പറ്റൂല. അന്യ പെണ്ണുങ്ങട്ട് സ്നേഹിച്ചാലോ അത് പറ്റൂല, എന്നവർ സലാം പറയാൻ പറ്റൂല. എന്ന മാതിരി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സാധാരണ മനുഷ്യനാന്ന് പറഞ്ഞാൽ സ്നേഹിക്കാൻ പറ്റൂല, സലാം പറയാൻ പറ്റൂല, പറഞ്ഞാൽ മടക്കാനും പറ്റൂല, അയാൾക്ക് സലാം പറയാൻ പറ്റൂ. അയാൾ നമുക്ക് സ്നേഹിക്കാൻ പറ്റൂല. സ്നേഹിക്കാൻ പറ്റുന്നവർക്ക് സലാം പറയുക, അത് എല്ലാവരും. ഒരാളിങ്ങനെ സലാം പറഞ്ഞാൽ ഇയാളിപ്പോ സ്നേഹിക്കാൻ പറ്റിയ ആളാണോ അല്ലേ, അങ്ങനെ അന്വേഷിക്കൊന്നും വേണ്ട. അതിങ്ങനെ ലെൻസ് വെച്ച് നോക്കണ്ട, മറിച്ച് ഇയാളങ്ങനെ സ്നേഹിക്കാൻ പറ്റാത്ത ആളാണ് എന്ന് വ്യക്തമാവാൻ മതി. ആ നിലക്ക് നിങ്ങൾ അഫ്ശുസ്സലാം, എല്ലാ മുസ്ലിമീങ്ങളോടും സലാം പറയുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടാവണം. നിങ്ങളെ ദറജ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്തി. 12 കാര്യങ്ങൾ പറഞ്ഞു തീരൂല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസ്സലാത്തു ബില്ലൈലി വന്നാസു നിയാം, രാത്രി ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കലാണ്. സഹർ സമയത്ത് നിസ്കരിക്കലാണ്. താഴെ സമയത്ത് എല്ലാവരും സുഖനിദ്രയിൽ കഴിയുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ചോ, നിന്റെ പാപങ്ങൾ പുറത്ത് കിട്ടുന്നു മാത്രമല്ല നിന്റെ ദറജ ഉയരുന്നതാണ്. മശ്ശറയിൽ വരിയിൽ നിൽക്കേണ്ടി വരൂല, നിന്റെ ഹിസാബ് വേണ്ട, തിന്മകൾ തൂക്കേണ്ടി വരില്ല. നീ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതാണ്. മോനെ, എന്തൊരു എളുപ്പമുള്ള കാര്യമാണ് പാതിരാക്ക് എഴുന്നേൽക്കുക. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഏതൊരു കാര്യം നിനക്ക് റബ്ബിൽ നിന്ന് സാധിച്ചെടുക്കണമോ 4 കൽബ് കൊണ്ട് ദുആ ചെയ്തോ. 4 കൽബോട് കൂടി ദുആ ചെയ്താൽ ഇജാബത്ത് കിട്ടാത്ത കാര്യങ്ങളില്, മക്കളെ കെട്ടിക്കണമോ, രോഗം സുഖപ്പെടണമോ, നിനക്ക് എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ നേടിയെടുക്കണമോ, 4 കൽബുകളുണ്ട്. ഒന്ന് നിന്റെ കൽബ്, 2 സമയത്തിനൊരു കൽബുണ്ട്. 24 മണിക്കൂർ സമയങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അകത്തിന്റെ കഴമ്പാകുന്ന കാതലാകുന്ന ഹൃദയമാകുന്ന സമയം ഏതാണെന്നറിയുമോ? അത് സഹർ സമയമാണ്, അത്താഴ
സമയമാണ്. സുബഹിക്ക് വാങ്ങി വിളിക്കുന്നതിന്റെ മണിക്കൂർ മുമ്പുള്ള സമയമാണ്. ആ സമയമാണ് 24 മണിക്കൂറിന്റെ കൽബ്. പിന്നെ മോനെ, വിശുദ്ധ ഖുർആൻ ഒരു കൽബുണ്ട്. ആ കൽബ് യാസീൻ സൂറത്താണ്. വിശുദ്ധ ഖുർആനിലെ യാസീൻ സൂറത്തോതി സർവ്വ സുന്നത്തുകളും പാലിച്ച് വുളൂ ചെയ്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരത്തിനൊരു കൽബുണ്ട്. ആ കൽബ് സുജൂദാകുന്നു. അതുകൊണ്ട് അത്താഴ സമയത്ത് വിശുദ്ധ ഖുർആൻ യാസീൻ സൂറത്തോതിയിട്ട് സുജൂദിൽ കിടന്ന് നിന്റെ കൽബ് കൊണ്ട് റബ്ബിനോട് ചോദിച്ചോളൂ. നിന്റെ സർവാവശ്യങ്ങളും നിറവേറി കിട്ടുന്നതാണ്. റബ്ബ് പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകുന്നതാണ്. ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 10 കൊല്ലത്തെ ഖാദിമായ അനസ് ഇബ്നു മാലിക് തങ്ങളുടെ കൈകൾ തൊട്ട് മുത്തി ചുംബിച്ച് ബറക്കത്തെടുത്ത് സാബിത്തുൽ ബുനാനി ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം സ്പർശിച്ച കൈകളെ കൊണ്ട് സ്പർശിച്ച ആപ്പിൾ പഴം തന്റെ ശരീരം മൊത്തം പുരട്ടിയിട്ട് ബറക്കത്തെടുത്ത സാബിത്തുൽ ബുനാനി അല്ലാഹുവിനോട് പാതിരാക്ക് ദുആ ചെയ്തതെന്താ? മഹാനായ മൂസ നബി അലൈഹിസ്സലാം ഖബറിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഉമ്മത്തിൽപ്പെട്ട ആർക്കെങ്കിലും പാതിരാ ഖബറിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ നീ സൗകര്യം ചെയ്യുന്നുവെങ്കിൽ, അവസരം കൊടുക്കുന്നുവെങ്കിൽ എനിക്ക് നൽകണേ അല്ലാഹ്. ഖബറിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ അവസരം തരണേ അല്ലാഹ് എന്ന് ദുആ ചെയ്ത സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം തന്റെ മയ്യിത്തൊക്കെ മറവ് ചെയ്ത് ആളുകൾ പിരിഞ്ഞു പോയതിനു ശേഷം ആ ഖബറടക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്ന അതിലൊക്കെ ഭാഗവാക്കായ ഒരു സഹോദരന്റെ വിലപിടിപ്പുള്ള ഒരു വസ്തു ഖബറിൽ വീണുപോയി. അതെടുക്കാൻ വേണ്ടി രണ്ടാമത് ഖബർ തുറക്കേണ്ടി വന്നപ്പോ സുബ്ഹാനല്ലാഹ് സാബിത്തുൽ ബുനാനി തങ്ങൾ നിന്ന് നിസ്കരിക്കുകയാ. വലിയ കറാമത്തല്ലേ. അതാണ് ഈ പാതിരാക്ക് എഴുന്നേറ്റ് നിസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്താൽ കിട്ടാത്ത കാര്യങ്ങളില്ല, നേടാത്ത സംഭവങ്ങളില്ല. അതുകൊണ്ട് മോനെ, നിനക്ക് ഹിസാബ് കൂടാതെ സ്വർഗത്തിലെത്താൻ നാലാമത്തൊരു കാര്യം, മൂന്നാമത്തൊരു കാര്യം മുത്തുനബി പഠിപ്പിച്ചത് പാതിരാക്ക് എഴുന്നേറ്റ് സഹർ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കലോ. ഈ 3 കാര്യങ്ങൾ ദറജാത്തുകൾ ഉയർത്തുന്ന കാര്യങ്ങളാണെന്ന് റസൂലുള്ളാഹ് അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മ റബ്ബ് കബൂലാക്കട്ടെ. പാപങ്ങളൊക്കെ വിട്ടുപൊറുത്ത് മാപ്പാക്കി തരട്ടെ. സമയം കഴിഞ്ഞുപോയി. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് ണ്ടെങ്കിൽ അന്ന് പറയാം. നേരത്തെ എനിക്ക് വിഷയം തന്നിട്ട് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം പറഞ്ഞതിലും കേട്ടതിലും പറയുന്നതിലും എല്ലാം അല്ലാഹു നമുക്ക് ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ദുആക്ക് ഇജാബത്തുള്ള സദസ്സിൽ നമ്മുടെ സദസ്സ് അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഈ മഹത്തായ പള്ളിക്ക് വേണ്ടി അധ്വാനിച്ച് പ്രവർത്തിച്ച് സഹായിച്ച് സഹകരിച്ച സഹോദര സഹോദരിമാർ എല്ലാവരിൽ നിന്നും അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ച് എന്റെ ചെറുപ്പക്കാരോട് പ്രവർത്തകന്മാരോട് ഉറപ്പെടുത്തുന്നത്, പള്ളികൾ സുന്ദരമായാൽ പള്ളികളിൽ നമുക്ക് സാന്നിധ്യമുണ്ടാവണം. ഒരു മനുഷ്യൻ നന്നാവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ
തൗബ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ജീവിതത്തിൽ കഴിഞ്ഞുപോയ പാപങ്ങളെയൊക്കെ കഴുകിക്കളയണമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ആ മനുഷ്യൻ ആദ്യം ചെയ്യേണ്ടത് അവൻ അനാവശ്യ സദസ്സുകളിൽ പങ്കെടുത്ത അത്രയും സമയം അവൻ കാൽക്കുലേറ്റ് ചെയ്ത് പള്ളികളിൽ എഴുത്തിക്കാഫിരിക്കട്ടെ എന്നാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പഠിപ്പിച്ചത്. പള്ളികളിൽ എഴുത്തിക്കാഫിരിക്കുക. ഒരു മുഅ്മിനായ മനുഷ്യൻ, അൽ മുഅ്മിനു ഫിൽ മസ്ജിദി, ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ പള്ളിയിൽ വന്നാൽ കസ്സമക്കി ഫിൽ മാഇ, വെള്ളത്തിലെ മത്സ്യം പോലെയാണ്. എന്തൊരാണ്, എന്തൊരു സന്തോഷമാണ്. മത്സ്യം ഒരിക്കലും വെള്ളത്തിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതേ സമയത്ത് ഒരു മുനാഫിക്കായ ഒരു മനുഷ്യൻ പള്ളിയിൽ വന്നാൽ ഒരു കൂട്ടിലിട്ട പക്ഷിയെ പോലെയാണ്, എപ്പോ വിട്ടാ പോകാമെന്ന് നിൽക്കാണ്. അതുകൊണ്ട് നമ്മളൊക്കെ പള്ളികളിൽ സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കണം. നിസ്കാരത്തിൽ ചിലപ്പോൾ നേരത്തെ വന്നാൽ അത് വളരെ നല്ലൊരു ടൈമാണ്. നേരത്തെ സ്വാഗതം ഇവിടുത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ, ഉറപ്പെടുത്തിയതുപോലെ, പള്ളികളിൽ നിന്ന് സംസാരിക്കരുത്. പള്ളികളിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട് വൻദോഷത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സവാജിറിൽ 400 ചില്ലാനും വൻദോഷങ്ങൾ എണ്ണിയിട്ടുണ്ട്. 400 ചില്ലാനും വൻദോഷങ്ങൾ. അതിൽപ്പെട്ടൊരു വൻദോഷമാണ് യഥാർത്ഥത്തിൽ പള്ളികളിൽ സംസാരിക്കുക എന്നത്. ഇന്ന് പള്ളിയിൽ സുന്നത്താണ്, വെള്ളിയാഴ്ച അവര് സുന്നത്താണ്. ആ സുന്നത്തൊക്കെ എടുത്ത് ആൾക്കാർ പള്ളിയിൽ വരും. നിസ്കാരൊക്കെ കാവം വഹിക്കുന്ന ആളുകൾ ആറ്റൊക്കെ ഒന്ന് വൈകിപ്പോയാൽ പിന്നെ പള്ളികളൊക്കെ ചന്തപ്പര പോലെയാണ്. സുബ്ഹാനല്ലാഹ്, വലിയ തെറ്റാണത്. അത് വളരെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുപോലെ എത്രയോ ദോഷങ്ങൾ നമ്മളിങ്ങനെ അറിയാത്ത ദോഷങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. പൊറുപ്പിക്കണം. പള്ളിയിലിരിക്കുമ്പോൾ അച്ചടക്കത്തോട്. അതുപോലെ തന്നെ എല്ലാ പള്ളികളിലും ശരിക്ക്